വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം സെന്റ് പോൾ ഇങ്ങനെ എഴുതി വെച്ചു: വിശ്വാസം കേൾവിയിൽ നിന്നുമാണ്. കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ക്രൈസ്റ്റ് കൾച്ചർ മിഷനും ഷെക്കീന ടെലിവിഷനും ഒന്നുചേർന്ന് യൗവനങ്ങളുടെ ആഘോഷമായ ബി ക്രൈസ്റ്റുമായി കടന്നു വരികയാണ്. പരിശുദ്ധമായ നോൻപിലൂടെ സഭ കടന്നു പോകുന്ന, ക്രിസ്മസിലേക്ക് കടന്നു പോകുന്ന ഒരുക്കവുമായി യൗവനങ്ങളുടെ നടുവിലേക്ക് ക്രൈസ്റ്റ് കൾച്ചർ എന്നൊരു പുതിയ ടോപ്പിക്കുമായി കടന്നു വരികയാണ്. അത് മറ്റൊന്നുമല്ല, വിശ്വാസം. ഇന്ന് യൗവനങ്ങൾ കടന്നു പോകുന്ന ഒരു വലിയ പ്രതികൂലമെന്ന് പറയുക ഒരു വിശ്വാസ രാഹിത്യമാണ്. ദൈവമില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ അവിശ്വാസം, എത്തിസം പോലെ യൗവനങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ ബൈബിൾ എന്താണ് നമ്മളോട് സംസാരിക്കുക? ബൈബിളിൽ വളരെ വ്യക്തമായി സെന്റ് പോൾ തന്നെ ഹെബ്രായ ലേഖനത്തിൽ ഇതിന് 11-ാം അധ്യായം 1-2 വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പാണ്, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികർ അംഗീകാരത്തിന് അർഹരായത് എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ അംഗീകാരത്തിന് അർഹരായത്. വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, തൻ്റെ പരിചാരകരോട് ഇങ്ങനെ പറഞ്ഞു: കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രഹാമിൻ്റെ വിശ്വാസം, ആരാധിച്ച് തിരിച്ചു വരാം. എന്തിനാണ് ഇസഹാക്കുമായി അബ്രഹാം ഇറങ്ങിത്തിരിച്ചത്? ബൈബിൾ വ്യക്തമാക്കുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുന്നുവെന്നാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക, അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നിന്റെ ഏകജാതനെ അല്ലെങ്കിൽ മകനെ എനിക്ക് ദഹനബലിയായി അർപ്പിക്കണം. വളരെ കൃത്യതയോടുകൂടി ദൈവം ഒരു കാര്യം പറയുകയാണ്: ഏകജാതനായ ഏകമകനായ ഇസഹാക്കിനെ ബലി കൊടുക്കണം, അതും ദഹനബലി കൊടുക്കണം. ദഹനബലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്നത് ചാരമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം, അതായത് കുഞ്ഞുങ്ങളില്ലാതിരുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ നൽകുമെന്ന് ദൈവം പറഞ്ഞ ആ വാക്കിനെ വിശ്വസിച്ച് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇസഹാക്കിനെ കാത്തിരുന്ന് ലഭിക്കുകയാണ്. ആ മകനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, ദഹനബലിയായി കൊടുത്താലും ആ മകനെ ദൈവത്തിന് തിരികെ തരാൻ പറ്റുമെന്ന് അബ്രഹാമിൻ്റെ വിശ്വാസം. ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാമെന്ന് പറയുന്ന അബ്രഹാമിൻ്റെ വിശ്വാസം.
ആ ഒരു വലിയ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം തൻ്റെ കുഞ്ഞിനെ തിരികെ തരുമെന്ന അബ്രഹാമിൻ്റെ വിശ്വാസം പോലെ എത്ര പേർക്ക് ഇന്ന് ഈ ഒരു വിശ്വാസത്തെ ഏറ്റെടുക്കാൻ പറ്റും? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഏകപുത്രനെ ബലി കൊടുക്കുവാൻ മടി കാണിക്കാതിരുന്ന ഇസഹാക്കിൻ്റെ ആ വിശ്വാസം കണ്ട ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. തീർന്നില്ല. ഈ ക്രിസ്മസിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കുന്ന ദൈവപിതാവിൻ്റെ സ്നേഹം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള പിതാവായ ദൈവത്തിൻ്റെ ആ ഒരു ദൈവത്തിൻ്റെ ജനത്തോടുള്ള, ലോകത്തോടുള്ള സ്നേഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വലിയ സ്നേഹത്തിൽ ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഗലാത്യ ലേഖനത്തിൽ സെന്റ് പോൾ പറയുകയാണ്, കാലത്തിൻ്റെ സമ്പൂർണത കടന്നു വന്നപ്പോൾ ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. പരിശുദ്ധ അമ്മയുടെ ഉദരം കടമെടുത്തുകൊണ്ട് ഇതാ നിയമത്തിനതീതനായി ക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുകയാണ്. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപം കാലിത്തൊഴുത്തിൽ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, അധികാരമുള്ളവൻ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് നിങ്ങളെ ഒന്ന് ചേർത്ത് കൊടുത്തുകൊണ്ട് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. ഈ സ്തുതി ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ പ്രോഗ്രാം വിശ്വാസത്തെക്കുറിച്ച്, അബ്രഹാം വിശ്വസിച്ചതുപോലെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, മറ്റൊരു ക്രിസ്തുവാകുവാനുള്ള വിശ്വാസം ഹൃദയത്തിൽ ഏറ്റെടുത്ത് നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ചേർത്ത് വെക്കുകയാണ്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളുടെ മേലും ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസമെന്ന ആ വലിയ പുണ്യത്തെ അയച്ച് അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരീകരണപ്പെടുത്തി ഈ ഒരു ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലെ ജീവിതത്തെ വിട്ടുകൊടുത്ത് മുന്നോട്ട് പോകുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധന്മാരും ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഷെക്കീന ടെലിവിഷനും ക്രൈസ്റ്റ് കൾച്ചർ മിഷനും ഇതാ ഞങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തുകയാണ്. അധികാരമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇതാ ഞങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് സങ്കീർത്തകനോടൊപ്പം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിനെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിനെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. എല്ലാ പുകഴ്ചയും, എല്ലാ സ്തുതിയും ആരാധനയും കാൽവരിയിൽ ക്രൂസിൽ ജയിച്ച ജീവിക്കുന്ന ദൈവത്തിന്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപം, സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന ജീവിക്കുന്ന ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം.
വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. എല്ലാവരും ഒന്ന് ചേർന്ന് ഈ ടെലിവിഷൻ സ്ക്രീനിന്റെ മുൻപിലേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ചേർന്നിരുന്ന നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഒന്ന് ചേർന്ന് നമുക്കും ദൈവത്തെ ഒന്ന് ആരാധിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളെ നമുക്കൊന്ന് തുറക്കാം. നമ്മുടെ ഉള്ളിലുള്ള നിരാശകള്, നമ്മുടെ ഉള്ളിലുള്ള വേദനകള്, ചില ഒറ്റപ്പെടലുകള് എല്ലാം ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ ഏകജാതനെ, ഏകരക്ഷകനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ആ ഏകരക്ഷകനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് സ്വീകരിക്കാം. പ്രവൃത്തിയിൽ വലിയവൻ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആ നാമത്തിൻ്റെ മുൻപിൽ എല്ലാ മുട്ടും മടങ്ങും. നിങ്ങളുടെ വേദനകള്, നിങ്ങളുടെ ക്യാൻസറുകള്, നിങ്ങളുടെ രോഗങ്ങൾ എന്തുമാകട്ടെ, ഒന്ന് ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തേ. ഇതൊരു അനുഗ്രഹത്തിന്റെ സമയമാണ്. ഈ സ്തുതിയാരാധന ദൈവകരങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ പോകുന്ന സമയമാണ്. ഒന്ന് കണ്ണുകളെ അടച്ചേ. സാധിക്കുന്നവര് ഇരു കരങ്ങളും ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചേ. സ്വർഗത്തിലേക്കൊന്ന് കണ്ണുകളെ ഉയർത്തിക്കേ. 10,000 സൂര്യനേക്കാൾ ശോഭയേറിയവൻ, ശാരോനിലെ പനിനീർ പുഷ്പം പോലെ സുന്ദരനായവൻ, ഇതുപോലൊരു ദൈവത്തെ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും? ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു മഹനീയ കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപമെടുത്തവൻ, ആകൃതിയിൽ മനുഷ്യനെ പോലെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു നമ്മളെ ഒന്ന് മാറോട് ചേർത്ത് പിടിക്കാൻ. ആ താതന്റെ മാർവിലേക്ക് നമുക്കൊന്ന് ചേർന്നിരിക്കാം. ആ ചൂട്, നമ്മുടെ ജീവിതം മുഴുവൻ ആ ചൂടൊന്ന് ഏറ്റെടുക്കാം. ഒന്ന് കണ്ണുകളെ അടച്ചേ. എന്റെ ഉള്ളില് യേശുവേ എന്നൊന്ന് വിളിച്ചേ. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ICUവിലായിരിക്കാം, അല്ലെങ്കിൽ വെന്റിലേറ്ററിന്റെ ഒരു പ്രതികൂലത്തിലൂടെ നിങ്ങളുടെ ബന്ധുക്കൾ കടന്നു പോകുന്ന സമയമായിരിക്കാം. ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ആ താതന്റെ മാർവിലെ ചൂട് നമുക്കൊന്ന് ഏറ്റെടുത്ത് നമുക്കൊന്ന് ദൈവത്തെ ആരാധിക്കാം. സാധിക്കുന്നവര് ദൈവത്തിന്റെ വലിയ കൃപയിലേക്ക് ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് കണ്ണുകളെ അടച്ച് സങ്കീർത്തകന്റെ ഒപ്പം നമുക്കും ഈ ഇരടികള് ഏറ്റുപാടാം. ദൈവമേ നാദനാ യേശുവേ താതനാ ദൈവമേ നാദനാ യേശുവേ ഒന്ന് ആഗ്രഹത്തോടെ ദൈവമേ
മശിഹാനാഥ ഉയരും നീയേ ഉണർവും നീയേ പ്രാണൻ നീയേ മശിഹാനാഥ. നമുക്കൊന്ന് ചേർന്ന് പാടിയാലോ? ഉയരും നീയേ ഉണർവും നീയേ പ്രാണൻ നീയേ മശിഹാനാഥ. എല്ലാവരും ഉയരും നീയേ ഒന്ന് ചേർന്ന് പാടിയേ. ഉണർവും നീയേ പ്രാണൻ നീയേ മശിഹാനാഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ യേശു എനിക്കെൻ്റെ ഉയിരാണ്. എനിക്കവൻ പ്രാണൻ പകുത്തു തന്ന എൻ്റെ സൃഷ്ടാവായ ദൈവമാണ്. എൻ്റെ വിശ്വാസം എൻ്റെ യേശു ക്രിസ്തുവിലാണ്. എനിക്കായി ജനിച്ചവൻ, എനിക്കായി മരിച്ചവൻ, എനിക്കു വേണ്ടി ചങ്കുപിളർന്നവൻ. ആ നെഞ്ചിലേക്ക് നമുക്കൊന്ന് ചേർന്നിരിക്കാം. നമ്മുടെ വേദനകളെ ഒന്ന് മറക്കാം. പ്രശ്നം എന്തുമാകട്ടെ, ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റിമറിക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഈരടികൾ ഏറ്റുപാടിക്കൊണ്ടേയിരിക്കാം. ചങ്കു പിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ ആവേനാമേ. ചങ്കു പിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ ആമേനാമേ. ഉയരും നീയേ ചേർന്ന് പറഞ്ഞേ. ഉണർവും നീയേ അനുഗ്രഹത്തിന്റെ സമയം, പ്രാണൻ നീയേ അഭിഷേകത്തിന്റെ സമയം. മശിഹാനാഥ വിശ്വാസം ഒന്ന് പ്രഖ്യാപിച്ചേ. ഉയരും നീയേ ഈശോയുടെ മുഖത്തേക്ക് നോക്കി. ഉണർവും നീയേ പ്രാണൻ നീയേ മശിഹാനാഥ. ഉയരും നീയേ ഉണർവും നീയേ പ്രാണൻ നീയേ മശിഹാനാഥ. മോനെ മോളെ നീയേ ഒന്നേറ്റ് പറഞ്ഞേ. ഉണർവും നീയേ വേദനയിലാണോ? പ്രാണൻ നീയേ തോറ്റുപോയി എന്ന് തോന്നുന്നു. ആരുമില്ല എന്ന് തോന്നി തുടങ്ങിയോ? ജീവിതത്തിൽ ഒറ്റപ്പെട്ടോ? ആര് പറഞ്ഞു നീ തോറ്റുപോയി? ആര് പറഞ്ഞു നിന്റെ ജീവിതം തകർന്നടിഞ്ഞു? നിന്നെ ഒന്ന് മാറോട് ചേർത്ത് പിടിക്കാൻ, നീ എൻ്റെ പൊന്നോമനക്കുട്ടൻ, നീ എനിക്ക് പ്രിയങ്കരൻ എന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഒന്ന് വിട്ടുകൊടുത്തേ. തീർന്നു എന്ന് കരുതി ലോകം. അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ തീർന്നു എന്ന് കരുതിയവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ അന്ന് തന്നെ തൻ്റെ 2 ശിഷ്യന്മാരുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അവര് വിചാരിച്ചു എല്ലാം തീർന്നു, ഇനിയൊരു പ്രതീക്ഷയില്ല എന്ന്. അവര് കടന്നു പോവുകയാണ് ജെറുസലേമിൽ നിന്നും
എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക്. പക്ഷെ അവരുടെ ഒപ്പം അവരറിയാതെ മറ്റൊരാൾ നടക്കുകയാണ്. അവര് തമ്മിലുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ കൂടെ നടക്കുകയാണ് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. തിരിച്ചറിയാൻ പറ്റിയില്ല. മക്കളെ, നമ്മുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഈശോ നിന്റെ അവിശ്വാസത്തെ മാറ്റുവാൻ, പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിന് പ്രതീക്ഷ തരുവാൻ, നിന്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കുവാൻ സാവൂളിനെ പൗലൂസാക്കി മാറ്റിയതുപോലെ സ്ലീഹന്മാരെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അരികിലേക്ക് ഒരു ശക്തി അയക്കുന്ന സമയമാണ്. ഒന്ന് വിശ്വാസം ഒന്ന് പ്രഖ്യാപിച്ച് ഒന്ന് എഴുന്നേറ്റേ. നിങ്ങള് ആത്മാവിൽ അകത്തുനിന്നൊരു വിശ്വാസം ഒന്ന് പ്രഖ്യാപിച്ചേ. അതരം കൊണ്ട് പ്രഖ്യാപിക്കണം, യേശു എനിക്ക് ദൈവമാണ്. എൻ്റെ യേശുവല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. മക്കളെ, നിങ്ങൾ വിശ്വാസം ഒന്ന് പ്രഖ്യാപിക്കുക. സങ്കീർത്തകൻ പാടുകയാണ്, വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എനിക്ക് എൻ്റെ യേശുവല്ലാതെ ഒരു ദൈവമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് സങ്കീർത്തകന്റെ ഒപ്പം പാടി ആരാധിക്കാം. മാലാഖമാരോടൊപ്പം, സാറാഫുകളോടൊപ്പം, സ്വർഗീയ മാലാഖ വൃന്ദങ്ങൾ ഇറങ്ങി വരുന്ന ആ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വർഷിപ്പ് ചെയ്യാം. യേശുവേ യേശുവേ സർവവല്ലഭൻ നീയേ. യേശുവേ യേശുവേ സർവവല്ലഭൻ നീയേ. സ്തുതി നിനക്ക്, സ്തുതി നിനക്ക്, സ്തുതി നിനക്ക്. ആമേൻ. യേശുവേ, ചേർന്ന് പാടിക്കേ. യേശുവേ 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 സർവവല്ലഭൻ നീയേ. സ്തുതി നിനക്ക്, സ്തുതി നിനക്ക്, സ്തുതി നിനക്ക്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചേർന്ന് പാടിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് കോർത്ത് പിടിച്ച്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളിന്റെ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച്. ഹല്ലേലൂയ. മക്കളെ, ഇതൊരു വലിയ അനുഗ്രഹത്തിന്റെ സമയം. സ്വർഗം തുറക്കുകയാണ്. മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് പാടിക്കൊണ്ടിരുന്നേ മക്കളെ, ഹല്ലേലൂയ. എല്ലാവരും പാടിക്കൊണ്ടിരിക്കുക. ഉസിയ രാജാവ് മരിച്ച വർഷം യെശയ്യാ പ്രവാചകൻ ഒരു ദർശനം കാണുകയാണ്. ദൈവത്തിന്റെ വസ്ത്രാഞ്ചലം, മക്കളെ, സർവശക്തനായവന്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ മഹത്വം, ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹനീയ ദർശനം. ആ വലിയ ദർശനത്തോടുകൂടി
നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നത് പോലെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സാറാഫുകൾ ഏറ്റുപാടിയ ആ പരിശുദ്ധനായ ദൈവത്തെ നമുക്കും ഏറ്റുപാടി ആ വലിയ സാന്നിധ്യം നമുക്ക് നേടിയെടുക്കാം. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് സർവശക്തനെ, രാജാതി രാജാവിനെ ഒന്ന് വിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് അവൻ സർവവല്ലഭൻ, സകല സ്തുതിക്കും യോഗ്യനായവൻ, സർവവല്ലഭൻ നീയേ യേശുവേ, യേശുവേ സർവവല്ലഭൻ നീയേ. സ്തുതി നിനക്ക്, സ്തുതി നിനക്ക്, സ്തുതി നിനക്ക്. ആമേൻ. യേശുവേ, യേശുവേ, യേശുവേ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇത് സ്വർഗം തുറന്ന് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേലെ ഇറങ്ങുകയാണ്. ചില സൗഖ്യങ്ങള്, വിടുതലുകള് സ്വർഗം അനുവദിക്കുന്ന സമയമാണ്. നിങ്ങൾ ആ സാന്നിധ്യം ഒന്ന് ചോദിച്ചേ. നിൻ സാന്നിധ്യം അത് മാത്രം മതിയെന്ന് ഹൃദയത്തിൽ നെഞ്ചോട് കരങ്ങൾ ചേർത്ത് പിടിച്ച് കർത്താവിനോട് പറഞ്ഞേ. മോശ പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെക്കാൾ കർത്താവേ നിന്റെ സാന്നിധ്യമുള്ള മരുഭൂമിയാണ് എനിക്കിഷ്ടം. കർത്താവ് കൂടെ വരുന്നില്ല. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കടന്നു പോകുവാൻ മോശയോട് ദൈവം പറഞ്ഞപ്പോ മോശ പറയുകയാണ്, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിൽ അങ്ങയുടെ സാന്നിധ്യമുള്ള ഈ മരുഭൂമിയാണ് ഞങ്ങൾക്കിഷ്ടം. നിങ്ങളുടെ രോഗങ്ങളില്, നിങ്ങളുടെ വേദനയില് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരണം. അവസ്ഥകളെ മാറ്റുവാൻ കരുത്തുള്ളവൻ. മക്കളെ, സാന്നിധ്യം ചോദിക്കുക. വിശ്വാസവും ആ വിശ്വാസത്താൽ ദൈവം നമുക്ക് നൽകുവാൻ ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യജീവന്റെ സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ആ വലിയ സാന്നിധ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. സാന്നിധ്യം മതി, മറ്റൊന്നും ചോദിക്കുക. സാന്നിധ്യം മതി. എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക. സാന്നിധ്യം മതി. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. ഹൃദയത്തിന്റെ വാതിലുകളെ നമുക്കൊന്ന് തുറന്നിടാം. സാന്നിധ്യം മതി. നമ്മുടെ നെഞ്ചകത്തിൽ നമുക്കൊരു പുൽക്കൂട് ഒരുക്കാം. ആ സാന്നിധ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക. ബലമുള്ളതിനെ മാറ്റി ബലഹീനമായതിനെ സ്നേഹിച്ചു യേശുക്രിസ്തു. ജ്ഞാനികളെ മാറ്റി നിർത്തി ഭോഷത്വമായതിനെ സ്നേഹിച്ചു. നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാതെ നമ്മുടെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവം. ആ സാന്നിധ്യം ഒന്ന് ചോദിച്ചേ. സാന്നിധ്യം മതി. സങ്കീർത്തകൻ പാടുകയാണ്, നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി.
പാടിക്കൊണ്ടിരിക്കുക. നാഥാ നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം, നാഥാ നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി, നാഥാ നിൻ സാന്നിധ്യം മതി, നാഥാ നിൻ സാന്നിധ്യം മതി. കർത്താവിൻ്റെ വലിയ കൃപ ഒഴുകുന്ന സമയമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവം വലിയ അഭിഷേകം ഒഴുകും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ സമയം അടയാളങ്ങളുണ്ടാകും. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ക്രിസ്തുവാകുവാൻ ക്രിസ്തു നമ്മളെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയൊരു ശക്തി നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ വ്യാപരിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച്. ഒരു പുൽക്കൂട് ഒരുങ്ങുന്ന സമയങ്ങളാണ്. പുറമുടികളായ ആഘോഷങ്ങളെക്കാൾ ഹൃദയത്തിൻ്റെ ദേവാലയങ്ങളിൽ ക്രിസ്തു ജനിക്കാൻ ആഗ്രഹിക്കുന്ന ദിനങ്ങളും കാലഘട്ടങ്ങളും. പലരും അതികഠിനമായ രോഗങ്ങളിലും പകർച്ചവ്യാധികളും അവരെ കൊണ്ടുപോയത് സ്വർഗമെന്ന പുൽക്കൂട്ടിലേക്കാണെങ്കിൽ ഞാനും നിങ്ങളും ഒരുക്കപ്പെടേണ്ടത് കാലിത്തൊഴുത്തും കാൽവരികൾക്കിടയിൽ ഒത്തിരി പുൽക്കൂടുകൾ ക്രിസ്തു അനേകരിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പാപികളിലും ബലഹീനരിലും തളർന്നവരിലും ക്രിസ്തു പുൽക്കൂട് സൃഷ്ടിച്ച് അവരിൽ സൃഷ്ടിയായിട്ട് യേശു മാറിയപ്പോൾ അവരെല്ലാം സ്വർഗത്തിൻ്റെ മക്കളായി. ഈ സമയം ദൈവം നിങ്ങളുടെ ഇടയിലേക്ക് വിശ്വാസമെന്ന ഒരു പുൽക്കൂട് ഒരുക്കാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ദൈവ സാന്നിധ്യത്തെ ഒന്ന് കണ്ടേ. നിങ്ങളുടെ അരികിൽ ഈശോ ഉണ്ട്. ഒന്ന് അരികിൽ വരുന്ന ആ ദൈവത്തെ കണ്ടേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണത്. നീ എവിടെയാണോ, ആശുപത്രിയിലായിരിക്കാം, ചിലപ്പോൾ ഒരു മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒരു മാധ്യമം തുറന്നു വെച്ച് അവിടെ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ ഈ ഉച്ചയുടെ നെറുകയിൽ നീ പ്രാർത്ഥിക്കുകയായിരിക്കാം. ചിലപ്പോൾ നീ പോകുന്ന വാഹനങ്ങളിലിരുന്ന് നീ പ്രാർത്ഥിക്കുകയായിരിക്കാം. എവിടെയായിരിക്കട്ടെ, ദൈവം വരും. നീ വിശ്വസിച്ചു. അടയാളം ഈ സമയം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഷക്കീന ടെലിവിഷൻ്റെ മുന്നിലിരിക്കുന്ന സകല ദൈവജനത്തെയും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ അനന്ത കാരുണ്യത്തിൻ്റെയും അനന്തയോഗ്യതയുടെയും ഈശോയുടെ തിരുപിറവിയുടെ ആനന്ദത്തിൻ്റെയും ആത്മീയ ശക്തി സകലയിലും ഈ സമയം ഒന്ന് നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് തരണമേ. മാലാഖമാരോട് ചേർന്ന് നമുക്കൊരിക്കൽ കൂടി ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി എന്ന ആ ഗാനം പാടി നമ്മെ തന്നെ ഈ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരുക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്പേസ് ആൻഡ് ടൈമിലേക്ക് നിന്നെ ഈ സമയം ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്ന സമയം. ഇത് അത്ഭുതത്തിന്റെ സമയം. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്ന സമയം. ചേർന്ന് പാടാം. ഓ ജീവിക്കുന്ന ദൈവമേ, അങ്ങയുടെ അഭിഷേകം ഈ സമയം ശുശ്രൂഷ പങ്കെടുക്കുന്ന സകലയിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ സമയം നിറയട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടമാണിത്.
പുറമോടികളായ ആഘോഷങ്ങൾ നമ്മൾ കുടുംബത്തിന് ചുറ്റും ഒരുക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഒന്ന് മാത്രം ചോദിക്കുന്നു: ആരെല്ലാം എനിക്ക് വേണ്ടി ഒരു പുൽക്കൂട് ഒരുക്കും? ആരെല്ലാം എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കും? അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നമുക്ക് കൊടുക്കാവുന്ന ഉത്തരം. ബൈബിളില് യേശുവിൻ്റെ ജനനത്തെ തേടി വന്നവർ ആരെന്ന് ചോദിച്ചാൽ അത് അടിവരയിട്ടിട്ട് പറയാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു വചനമാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. പൗരസ്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിൽ അവനെ അന്വേഷിച്ചു വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുകളുണ്ട്. ഒന്ന്, ജ്ഞാനികളായിരുന്നു. യഥാർത്ഥത്തിൽ അറിവുള്ളവരായിരുന്നു കർത്താവിൻ്റെ പുൽക്കൂട് തേടി വന്നത്. വിശ്വാസം എന്നത് അറിവുള്ളവർക്കുള്ള ഏറ്റവും വലിയ ഉത്തരവാണ്. പലപ്പോഴും യുവജനങ്ങളും കുട്ടികളും ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു ഉത്തരവും ചോദ്യമുണ്ട്: അറിവില്ലാത്തവർക്ക് സമയമില്ലാത്ത സമയത്ത് ചെയ്തു കൂട്ടുന്നതല്ല അച്ഛ ഈ വിശ്വാസം. ഒരു പണിയുമില്ലാതിരിക്കുന്നവര് പ്രാർത്ഥിക്കുന്നതല്ലേ വിശ്വാസം? സ്നേഹമുള്ളവരെ, എന്തൊക്കെയും പറഞ്ഞാലും നമ്മൾ ബൈബിളിൽ കാണുന്നത് ജ്ഞാനികളാണ് ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയത്. അറിവ് തന്നെയാണ് വിശ്വാസത്തിൻ്റെ ആഴം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ജ്ഞാനികൾക്ക് ജ്ഞാനം കൊടുത്തത് ദൈവമാണെങ്കിൽ യഥാർത്ഥ ജ്ഞാനം ഈ ഭൂമിയിൽ പിറക്കുമ്പോൾ അത് തേടിപ്പോകുക എന്നുള്ളത് ഒരു ജ്ഞാനിയുടെ ഏറ്റവും വലിയ കഴിവാണ്. നീ എത്ര അറിവുള്ള വ്യക്തി ആയിക്കോട്ടെ, നീ എത്ര വലിയ ജ്ഞാനിയോ, ചിലപ്പോൾ അറിവിൻ്റെ കുറവുകൾ നിനക്കുണ്ടായിക്കോട്ടെ, എന്നാൽ ജ്ഞാനമെന്ന ഒരു ദൈവം നിന്റെ ഹൃദയത്തിൻ്റെ കോണുകളിൽ പിറക്കാൻ ഈ ഡിസംബർ മാസത്തിൻ്റെ 1-ാം തീയതി നിങ്ങൾ ദൈവം ക്ഷണിക്കുകയാണ്. പലപ്പോഴും വിശ്വാസം വലിയൊരു ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഒരു ധ്യാന അവസരത്തിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ കൈ ഉയർത്തി എന്നോട് ചോദ്യം ചോദിച്ചു: അച്ഛൻ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ദൈവം എന്നൊരു വ്യക്തി ഈ ലോകത്തില്ല. അദ്ദേഹം സയൻസിലെ പല തിയറിയും വെച്ച് ആ പയ്യൻ എന്നോട് ഒത്തിരി ചോദ്യം ചോദിച്ചു. സ്നേഹമുള്ളവരെ, ഇക്കണോമിക്സ് പഠിച്ച ഒരു വ്യക്തിയായി എനിക്ക് സയൻസിൻ്റെ വലിയ ആഴങ്ങളൊന്നും അറിയില്ല. എന്നാൽ ഇതിനെല്ലാം ഉണ്ടാക്കിയ, ഇതിന് അപ്പുറമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കാലഘട്ടം മുതൽ ഞാൻ സയൻസ് തെറ്റൊന്നുമല്ല. എന്നാൽ പരിമിതികൾ എല്ലാത്തിനും ഉണ്ട്. പരിമിതിയില്ലാത്ത ഒരുവനെ അറിയുമ്പോഴാണ് പരിമിതികളെ മനസ്സിലാക്കാൻ പറ്റുക. അവൻ പറഞ്ഞത്, ബിഗ് ബാങ് തിയറി ഉപയോഗിച്ച് അവൻ എൻ്റെ മുന്നിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അവനോട് ചോദിച്ചിത്രയേ ഉള്ളൂ: യു ആർ ക്രിയേറ്റഡ് ബൈ ബിഗ് ബാങ് തിയറി. നീ ഉണ്ടാക്കപ്പെട്ടത് ആ തിയറി ഉപയോഗിച്ചാണോ? അവൻ പറഞ്ഞു, തീർച്ചയായിട്ടും ആ തിയറിയുടെ വെളിച്ചത്തിലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ ഇങ്ങനെ ചോദിച്ചുള്ളൂ. ആ തിയറി നമുക്കറിയാം, 2 ന്യൂക്ലിയസ് കൂട്ടിയിടിക്കുന്നു, അതിൽ നിന്ന് മറ്റൊന്ന് ഉണ്ടാക്കപ്പെടുന്നു. ഞാൻ അവനോട് ചോദിച്ചു, നിൻ്റെ അപ്പനും അമ്മയും കൂട്ടിയിടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നോക്കിയത് കൊണ്ടോ ഉണ്ടായതല്ല, മറിച്ച് ജീവിതം പങ്കുവയ്ക്കപ്പെട്ടപ്പോൾ ജീവൻ കൊടുക്കാൻ ദൈവം ചെയ്ത ആ രാത്രിയിലെ ഒരു പ്രവർത്തനമുണ്ട്. നിൻ്റെ അമ്മയുടെ അണ്ടത്തിലേക്ക് നിൻ്റെ അപ്പൻ്റെ ബീജത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ ശാസ്ത്രത്തിൻ്റെ വെളിച്ചം പറയുന്നത് 3 ലക്ഷത്തി ഏകദേശം 5 ലക്ഷം 4 ലക്ഷത്തോളം സ്പെയിംസ് ഒരുമിച്ച് വരുമ്പോൾ അതിലൊന്നിനെ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. അതാര് ചെയ്തു എന്നൊരു ചോദ്യത്തിന് അവൻ എനിക്ക് അന്നും ഇന്നും ഉത്തരം നൽകിയിട്ടില്ല. അവൻ്റെ ചോദ്യങ്ങൾ വളരെ കയ്യടിയോടുകൂടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾ എന്നെ ചോദ്യചരമായി ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയേ ചോദിച്ചുള്ളൂ: അതാര് ചെയ്തു മകനെ? നിന്റെ അപ്പനോ അമ്മയ്ക്കോ അറിയാതെ നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത്, ഒരു യൂണിക് പേഴ്സൺ ആയിട്ട് നീ ജന്മം കൊണ്ടത് ആരുടെ കഴിവാണ്? അത് ബിയോണ്ട് അവർ നേച്ചർ അല്ലെങ്കിൽ ബിയോണ്ട് അവർ റീസൺ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ട്. ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടത്തിൽ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും പഠിപ്പിച്ചു വെച്ച ബിയോണ്ട് ദ റീസൺ എന്ന് പറഞ്ഞ ചില ചിന്താഗതികൾ. എല്ലാത്തിനും ഉപരിയായ ഒന്നുണ്ട്. ബീയിങ് എന്ന ഒരു വാക്കുപയോഗിച്ച് പഠിപ്പിച്ചൊരു കാലഘട്ടം. അന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് ആരും പറയുന്നില്ല. അതിനെ നമ്മൾ വിളിക്കും ഗോഡ്, എൻ്റെ ദൈവം. സർവശക്തനായ എൻ്റെ ദൈവത്തെ വിളിക്കുന്ന പേരാണ്. സ്നേഹമുള്ളവർ, വിശ്വാസത്തെ ഇന്ന് പല രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, എന്താണ് വിശ്വാസം? വിശ്വാസം പലരുടെയും ജീവിതത്തിൽ പല അസ്വസ്ഥതകളും ഉണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിനക്ക് വിശ്വാസം ഒരു അസ്വസ്ഥതയാണോ?
ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിശ്വാസം ഭയങ്കര അസ്വസ്ഥതയായി മാറുന്നു. നമുക്ക് ചിന്തിക്കാം. ഒരു വ്യക്തി ഈ ഭൂമിയെ ജനിക്കുമ്പോൾ 3 അവസ്ഥകൾ ആ വ്യക്തിക്കുണ്ട്. ഒന്നാമത്തത്, ഭൗമിക ജീവിതത്തിലേക്ക് ആ വ്യക്തി ജനിക്കുന്നു. ഏതൊരു വ്യക്തിയും ഈ ഭൂമിയിൽ ജനിക്കുന്നത് മനുഷ്യനായിട്ട് ഭൗമികമായ ഒരു അവസ്ഥയിലാണ് ഒരു വ്യക്തി ജനിക്കുന്നത്. രണ്ടാമത്തത്, ദൈവിക ജീവിതത്തിലേക്ക് ആ വ്യക്തി പ്രവേശിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളോട് അറിഞ്ഞ വിശ്വാസം നമ്മെ ദൈവിക ജീവനിലേക്ക് നയിക്കുന്നു. മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ 2 തലങ്ങളും നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ തലമാണ് ആത്മീയ തലം. ആത്മീയ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും വിശ്വാസത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നത്. ഒന്നാമത്തത്, ജീവിതം കൊണ്ട് ദൈവം തന്ന വലിയ അനുഗ്രഹം മൂലം നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കും. രണ്ടാമത്തത്, ഈ ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് അറിയപ്പെട്ട ഒരു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ എൻ്റെ കുടുംബ പാരമ്പര്യങ്ങളിൽ നിന്ന് ഞാൻ അറിഞ്ഞ ഒരു ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന എൻ്റെ വിശ്വാസം. എന്നാൽ മൂന്നാമത്തത്, ഞാൻ അറിഞ്ഞ് അനുഭവിച്ച് ഞാൻ നേടിയതിനെ ഈ ലോകത്ത് പങ്കുവെക്കുന്നതാണ് ആത്മീയ ജീവിതം. യഥാർത്ഥത്തിൽ ഈ മൂന്നാമത്തെ തലത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോഴാണ് വിശ്വാസം എന്ന ശക്തി എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാരും നേടിയെടുക്കുന്നതല്ല, ദൈവം തരുന്ന വലിയൊരു ദാനമാണ്. അതിനുവേണ്ടി ആരെല്ലാം ആഗ്രഹിക്കുന്നോ അവർക്കെല്ലാം കിട്ടുന്ന വലിയ ഒരു ദാനമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യൗവനം എന്ന് പറയുന്നതും ബാല്യം എന്ന് പറയുന്നതും കുറച്ച് നാളുകളേ ഉള്ളൂ. ഒരു 15 വയസ്സ് വരെ വേണമെങ്കിൽ ഒരു ബാല്യം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് നമുക്ക് പഠിപ്പിക്കാം. അതിനുശേഷം ഒരു 15 വർഷം കൂടി നമുക്ക് ചിന്തിക്കാം, അത് യൗവനമാണ്. ഏകദേശം ഒരു 30 വയസ്സ് കഴിയുമ്പോൾ നല്ല ഒരു ജീവിതത്തിൻ്റെ കാലഘട്ടം കടന്നു പോവുകയാണ്. പിന്നീട് ദാമ്പത്യം കടന്നു വരും, വാർദ്ധക്യം കടന്നു വരും. ഏതെല്ലാം ജീവിതത്തിലും ഒരു 30 വർഷത്തെ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല കാലഘട്ടമാണ്. പലപ്പോഴും ആത്മീയ ചിന്തകർ പറയാറുണ്ട്, യൗവനവും ബാല്യവും നന്മയുടെ കാലഘട്ടങ്ങളാണെങ്കിൽ ദാമ്പത്യവും വാർദ്ധക്യവും അനുഗ്രഹത്തിൻ്റെ സമയമായിരിക്കും. യൗവനവും ബാല്യവും നന്മയുടെ കാലഘട്ടങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും വാർദ്ധക്യവും ദാമ്പത്യവും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മറ്റ് കാലഘട്ടങ്ങൾ ഒരു നീണ്ട കാലഘട്ടമുണ്ട്, അത് അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ഈവിൾ സ്പിരിറ്റ് അല്ലെങ്കിൽ തിന്മയുടെ രൂപികൾ ഏറ്റവും കൂടുതൽ കാർന്നു തിന്നുന്ന ഒരു കാലഘട്ടമാണ് ബാല്യവും യൗവനവും. അത് തുച്ഛമായ കാലഘട്ടമാണെങ്കിലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ വലുതാണ്. കാരണം 60-70 വർഷങ്ങൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടം ബാക്കി നിൽക്കുന്നു. സ്നേഹമുള്ള യൗവനങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമുക്കൊന്ന് പിന്നിലേക്ക് കടന്നു പോകാം. എൻ്റെ ബാല്യങ്ങളിൽ ഞാൻ അറിഞ്ഞനുഭവിച്ച ഒരു സ്നേഹമുണ്ട്. ഒരു ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി ഒരു കുഞ്ഞൊരുങ്ങുമ്പോൾ പലപ്പോഴും അവരെ ഒരുക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ഒത്തിരി കാലഘട്ടത്തിൻ്റെ കാത്തിരിപ്പിന് അവസാനമാണ് പരിശുദ്ധ കുർബാനയാകുന്ന അപ്പം എൻ്റെ നാവിൽ അലിഞ്ഞു തീരാൻ ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്നത്. ഒരു പുരോഹിതൻ നിലയ്ക്ക് ഞാൻ പലപ്പോഴും കുർബാനയ്ക്ക് ഈശോയുടെ തിരുശരീരക്തങ്ങൾ ഒരു അമ്മയുടെ അപ്പൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഈ അപ്പൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചു വരുന്ന കുഞ്ഞ് ആകർഷണത്തോടെ കൈ നീട്ടാറുണ്ട്. എന്നാൽ പുരോഹിത നിലയ്ക്ക് ആ കുഞ്ഞിന് എനിക്ക് ആ തിരുശരീരക്തം വിളമ്പിക്കൊടുക്കാൻ സാധിക്കാറില്ല. ഈ കുഞ്ഞ് കൈ നീട്ടുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ അപ്പനും അമ്മയും അറിയുന്ന, അനുഭവിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ആ ശക്തി എനിക്ക് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ള മക്കളെ, പലപ്പോഴും നമ്മളും നമ്മുടെ കുട്ടിക്കാലത്ത് അറിയാതെ കൈനീട്ടിയ ഒരു ബാല്യം നമുക്കുണ്ടാകാം. ദേവാലയങ്ങളിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാലയങ്ങളിലോ ചെല്ലുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ആഴത്തെ നമ്മൾ അറിയാതെ കൈനീട്ടിയ കാലഘട്ടം, അതിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് ആദ്യ കുർബാന സ്വീകരണ ദിവസം. അന്ന് നമുക്കധികം പേർക്കും ഉറക്കങ്ങളില്ലാത്ത രാത്രികളായിരിക്കും. പിറ്റേ ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് ഈ സ്വർഗത്തിൻ്റെ ദൈവം അഴിഞ്ഞ് ഇല്ലാതെയാകുന്നൊരു ദിവസം. ഞാൻ ഒത്തിരി സ്വപ്നം കണ്ട ഒരു രാത്രികളായിരിക്കാം. അന്ന് പ്രഭാതത്തിൽ എല്ലാവരെയും നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഞാൻ ദേവാലയത്തിൽ ചെല്ലുന്നത് എന്താണ് ഈ ദൈവത്തിൻ്റെ രുചി എന്ന് അറിയാനല്ലേ. കടന്നു ചെന്ന് അവിടെ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ എല്ലാവരുടെ കൂട്ടത്തിൽ ഞാൻ വലിയൊരു ഇമ്പോർട്ടൻ്റ് പേഴ്സണായിട്ട് നിൽക്കുകയാണ്. ആ സമൂഹത്തിൽ വരിയായി കടന്നു ചെല്ലുന്നു, ഞാൻ രുചിക്കുന്നു. അന്ന് ഞാൻ അറിയുകയാണ്, ഇത്രയും നാളത്തെ എൻ്റെ കാത്തിരിപ്പിൻ്റെ വിശ്വാസമാണ് എൻ്റെ ഉള്ളിൽ വന്നത്. സ്നേഹമുള്ളവരെ, അന്ന് അനുഭവിച്ച വിശ്വാസം പിന്നീട് എവിടെ പോയി? പോകുന്ന വഴിയാത്രകളിൽ പലരുടെയും വിശ്വാസത്തിൻ്റെ ആഴം കുറഞ്ഞു പോകുന്നുണ്ട്.
അവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില സംഘർഷങ്ങൾ കടന്നു വരുന്നത്. യൗവനങ്ങളിൽ, ബാല്യങ്ങളിൽ സംഘർഷങ്ങൾ, അസ്വസ്ഥതകൾ വരുന്നത് രുചിച്ച അനുഭവത്തെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ദൈവിക പുണ്യങ്ങളിൽ അല്ലെങ്കിൽ ദൈവം പറയുന്ന വെർച്യൂസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെർച്യൂ ആണ് ഫെയ്ത്ത് എന്നുള്ളത്, വിശ്വാസം എന്നുള്ളത്. നമ്മളെല്ലാം കേട്ടുമറന്ന ഒരു പരസ്യവാചകമാണ് വിശ്വാസം അതല്ലേ എല്ലാം. വിശ്വാസം ഏത് നിലയിൽ നഷ്ടപ്പെട്ടാലും പിന്നെ അവിടെ ഒന്നുമില്ല, ശൂന്യത മാത്രമാണ്. എന്നെ എല്ലാവരും വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ വിശ്വാസമില്ലാത്തവനായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നഷ്ടം വരുന്നത് എനിക്ക് തന്നെയാണ്. ഞാൻ നേടിയെടുത്ത എൻ്റെ നിലനിൽപ്പിനെ ഞാൻ നഷ്ടമാക്കുകയാണ്. ഒരു ഉദാഹരണം നമുക്കൊന്ന് ചിന്തിക്കാം. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളതാണ്, നമ്മൾ ഒരിക്കലും ഒരു ബസ്സിൽ കയറുമ്പോൾ ആ ബസ്സിലെ ഡ്രൈവറോട് ലൈസൻസ് ചോദിക്കാറില്ല. കാരണം അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ലൈസൻസ് ഇല്ലാത്തവരാരെയും ബസ് ഓടിപ്പിക്കില്ലെന്നൊരു ചിന്ത. യഥാർത്ഥത്തിൽ നമ്മൾ ബസ് കയറാൻ നിൽക്കുമ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന വ്യക്തികൾ നമ്മളോട് പറയുകയാണ്, ഈ ബസ്സിൽ കയറിയാൽ നിങ്ങൾക്കൊരു അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ആ ബസ്സിൽ കയറില്ല. കാരണം നമ്മുടെ ജീവന്റെ രക്ഷ ആ ബസ് ഓടിപ്പിക്കുന്ന ആ വ്യക്തിയുടെ കയ്യിലാണ് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11:1 ബൈബിളിലെ ഡെഫിനിഷനാണ് വിശ്വാസത്തെക്കുറിച്ച്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് വിശ്വാസം. യഥാർത്ഥത്തിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഉദാഹരണത്തെ നമുക്കൊന്ന് ചിന്തിക്കാം. യഥാർത്ഥത്തിൽ ഞാൻ ആ ഡ്രൈവറെ അറിയില്ല, എൻ്റെ കുടുംബത്തിലോ ബന്ധത്തിലോ പെട്ട ഒരു വ്യക്തിയല്ല. ആ വ്യക്തി എന്നെ നിശ്ചിത സ്ഥലത്ത് എത്തിക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. എന്നാൽ ഞാൻ കാണാതെ വിശ്വസിക്കുകയാണ്. ആ വ്യക്തിയിൽ ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. എന്നെ ആ വ്യക്തി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്നുള്ള എൻ്റെ കാണപ്പെടാത്ത ഒരു വിശ്വാസം. ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ദൈവം തൻ്റെ വചനത്തിൽ പറയുകയാണ്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബുദ്ധിയുമാണ്. ആ വ്യക്തിയിൽ ആ എന്നെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ കാണാതെ ബ്ലൈൻഡ്ലി ഐ വിൽ ഫെയ്ത്ത്, ഞാൻ വിശ്വസിക്കുക. പലപ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളോട് ചോദിക്കാറുണ്ട്, നിങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് എന്തോ ഓർഡർ ചെയ്യുന്നു, അതാണെന്ന് എന്താണ് ഉറപ്പ്? ആ ഭക്ഷണം എന്താണ്? ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം തന്നെയാണോ എൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് എന്താണ് ഉറപ്പ്? അവർ പറയും, ഒരു ഉറപ്പുമില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല എങ്ങനെയാണത് ഉണ്ടാക്കിയൊന്നും. നമ്മൾ വിശ്വസിക്കുക. സ്നേഹമുള്ളവരെ, ലോകത്തിലുള്ള സകല കാര്യങ്ങളെയും നമുക്കിതുപോലെ വിശ്വസിക്കാം. എന്നാൽ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, എവിടെയാ ദൈവം? എൻ്റെ വേദന കാണുന്നുണ്ടോ ഈ ദൈവം? അച്ഛൻ പറയുന്ന ദൈവം എവിടെയാ? കാണിച്ചതാ. സ്നേഹമുള്ളവരെ, ഒന്ന് തിരിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മളെ പ്രതി, നമ്മുടെ വിശ്വാസത്തെ പ്രതി വേദനിക്കുന്നൊരു ദൈവമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയേ. എന്നെ വേദന കാണുന്നൊരു ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ പകരം എന്നെ പ്രതി എനിക്കെല്ലാം തന്നിട്ട് അകലെ മാറിയിരുന്ന് പിന്നെയും തരാൻ കൈനീട്ടുന്ന ഒരു ദൈവത്തെ അറിയുക എന്നുള്ളതല്ലേ വിശ്വാസം? സ്നേഹമുള്ളവരെ, ഈ ഉദാഹരണത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ പ്രത്യാശ എവിടെയാണ്? നമ്മുടെ പ്രതീക്ഷ എവിടെയാണ്? എല്ലാം കഴിഞ്ഞ് കടന്നു പോകുന്നൊരു ജീവിതമായിട്ട് മാറുമ്പോൾ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് വിശ്വാസം ഒരു വിവേചിച്ചറിയലാണ്. വിശ്വാസം എന്നത് ഞാനൊന്ന് വിവേചിച്ചറിയൽ, അതിൽ ഞാനും മാറ്റിവെക്കരുത്, റീസൺ മാറ്റിവെക്കേണ്ട, എന്നൊന്ന് വിവേചിച്ചറിയാനുള്ള ഒരു മനസ്സുണ്ടാകണം. യഥാർത്ഥത്തിൽ ബൈബിളിലെ മനോഹരമായ ആദ്യ അത്ഭുതത്തിൻ്റെ സംഭവം നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. കാനായിലെ കല്യാണ വിരുന്ന്. എന്തായിരുന്നു ആ വിരുന്നിലെ യഥാർത്ഥ പ്രതിസന്ധി? മനുഷ്യൻ പറയുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെ വീഞ്ഞു തീർന്നു പോയതാ. യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാർ പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ വീഞ്ഞു തീർന്നു പോയത് ഒരു പ്രതിസന്ധി അല്ല. യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രതിസന്ധി വീഞ്ഞുണ്ടാക്കുവാൻ കഴിവുള്ളവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് അവരറിഞ്ഞിരുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ യഥാർത്ഥ പ്രതിസന്ധി. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി യഥാർത്ഥത്തിൽ എൻ്റെ കൂടെയുള്ള ദൈവത്തെ, നമ്മൾ അല്പസമയം മുമ്പ് പാടിയില്ലേ, നിൻ
സാന്നിധ്യം എനിക്ക് മതി. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തുകയല്ല, ദൈവത്തിൻ്റെ സ്പേസ് ആൻഡ് ടൈമിലേക്ക് ഞാൻ ചെല്ലുന്നതാണ് യഥാർത്ഥത്തിൽ. നമ്മൾ 7 മണിക്ക് വിശുദ്ധ കുർബാന എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, പള്ളികളിൽ എഴുതി വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ 7 മണിക്കാണോ ദൈവം വരുന്നത്? അല്ല. ദൈവത്തിൻ്റെ സ്പേസ് ആൻഡ് ടൈമിലേക്ക് നിന്നെ കൊണ്ടുപോകുക. നിനക്ക് ഇപ്പോൾ വേണമെങ്കിൽ ദൈവത്തിൻ്റെ സ്പേസ് ആൻഡ് ടൈമിലേക്ക് പോകാം. അതാണ് നിന്റെ ഉള്ളിലുള്ള വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ദൈവം. അല്ല, ദൈവം എപ്പോഴും ഉണ്ട്. നിനക്ക് ആ സ്പേസ് ആൻഡ് ടൈമിലേക്ക് എപ്പോഴും ദൈവം ഒരു വെൽക്കമിങ് തരാണ്. അവിടെയാണ് നിന്റെ ജീവിതത്തിൽ ഹീലിംഗ് ഉണ്ടാകണേ, അവിടെയാണ് നിന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാവണേ. മക്കളെ, അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസം എന്നത് ഒരു വിവേചിച്ചറിയല. ഈ സ്പേസ് ആൻഡ് ടൈമിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ദൈവ സാന്നിധ്യങ്ങളെ ഞാൻ വിവേചിച്ചറിയുന്ന ഏറ്റവും വലിയ മഹോന്നതമായൊരു കൃപയാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്ന ജ്ഞാനം. അതിനെ തിരിച്ചറിയുമ്പോഴാണ് വലിയ കൃപ കിട്ടുക. അതുകൊണ്ട് 3 അടിസ്ഥാന കാരണങ്ങളുണ്ട് ഇത് വിവേചിച്ചറിയാനുള്ള. 3 അടിസ്ഥാന കാരണങ്ങൾ. ഒന്നാമത്തെ അടിസ്ഥാന കാരണം ഇതാണ്: ദൈവാത്മാവ് മനുഷ്യൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളോടും ചിന്തകളോടും വികാരങ്ങളോടും കൂടെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. അറിയാം, എൻ്റെ ഉള്ളിൽ ഒരു സോളുണ്ട്, ആത്മാവ്. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടങ്ങളിൽ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളായ ചില വൈദികർ കൊറോണ വൈറസ് മൂലം മരിച്ചുപോയി. അതുപോലെ തന്നെ ചില ആത്മായ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ പലരും വേർപെട്ടു പോയി. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഒരു ബർണസിൽ കരിഞ്ഞു പോകാനുള്ള ജീവിതമായിരുന്നു അവരുടെ. അത് നമ്മൾ ഒത്തിരി ഉള്ളു പൊള്ളിക്കുന്ന അനുഭവങ്ങളായിരുന്നു. അന്ന് എൻ്റെ ഉള്ളിൽ ഒരു ദൈവസ്വരം ഞാൻ കേട്ടു: മോനെ, ഈ മരിച്ചവരുടെ ആരുടെയെങ്കിലും ആത്മാവിനെ നമുക്ക് കത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ മരിച്ചവരുടെ ആരുടെയെങ്കിലും ആത്മാവിനെ ഈ ഭൂമിയിൽ കെട്ടിയിടാൻ സാധിച്ചിട്ടുണ്ടോ? ഒരിക്കലുമല്ല. നമുക്കറിയാം, ശരീരവും മനസ്സും കത്തിക്കരിഞ്ഞു പോയാലും ആത്മാവിനെ ഒരു മനുഷ്യനും കത്തിക്കാൻ പറ്റില്ല. എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മരണം സംഭവിക്കുന്നത്, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവ് തിരിച്ച് അത് സ്വർഗത്തിലേക്ക് പോകും, ദൈവസന്നിധിയിലെത്തും. ഇവിടെ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ അടിസ്ഥാന കാരണം പറയുന്നത്, ഈ ആത്മാവ് മനുഷ്യന്റെ ഉള്ളിൽ എല്ലാ വികാരങ്ങളോടും വിചാരങ്ങളോടും ചിന്തകളോടും കൂടെ പ്രതികരിക്കുന്നു. യഥാർത്ഥത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ, നിന്റെ ജീവിതത്തിലെ ചില അസ്വസ്ഥതകൾ, നിന്റെ ജീവിതത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ചില അവസ്ഥകൾ, നിന്റെ ഉള്ളിലുള്ള ആത്മാവ് നിന്റെ ദൈവത്തെ തിരിച്ചറിയാൻ നിനക്ക് തരുന്നതാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരണമെങ്കിൽ എൻ്റെ ആത്മാവിൽ തോന്നുന്ന ചോദ്യങ്ങളെ ആത്മാവ് നിറഞ്ഞ ഒരു പുസ്തകത്തിലേക്ക് നോക്കണം. ഒരു പ്രേമിക്കുന്നവനെ പ്രേമിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ എഴുതിയ പ്രേമലേഖനം വായിക്കണം. നമുക്കറിയാം, ഒരു പെൺകുട്ടി ഒരു പയ്യനെ പ്രേമിക്കണമെങ്കിൽ അവൻ ആദ്യം കൊടുക്കുക പ്രേമലേഖനമാണ്. ഞാൻ ഇന്നതാണ്, അതാണ്, ഇതാണെന്ന് പറയും. ഉള്ളതോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ചില ചതിവഞ്ചനകളാണ് പല പ്രേമലേഖനങ്ങളും പലരെയും ജീവിതത്തിൽ തകർത്ത്. എന്നാൽ ക്രിസ്തുവെന്ന നീ പ്രേമിക്കുന്നവൻ നിനക്ക് വേണ്ടി എഴുതി തന്ന ഒരു വിശ്വാസത്തിൻ്റെ പ്രേമലേഖനമുണ്ട്. അതാണ് ദൈവവചനം. നിനക്കിങ്ങനെ സംശയം ഉണ്ടാകാം, നിന്റെ ചിന്തയുടെ വികാരങ്ങളുടെ അവസ്ഥകളിൽ, അല്ലെങ്കിൽ നീ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നിന്റെ വിശ്വാസത്തെ പിച്ചു ചീന്തുന്ന ചില ചോദ്യചരങ്ങൾ നിന്റെ മുന്നിൽ വരാം. അവിടെ നീ എടുക്കേണ്ടത് ഈ പ്രേമലേഖനമാണ്. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കാൻ എനിക്ക് തന്ന എൻ്റെ പ്രേമലേഖനത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ തിരുവചനം, ദൈവിക വചനം. പലപ്പോഴും നഷ്ടപ്പെട്ട ചില ജീവിതങ്ങൾ എടുത്തു വായിച്ചപ്പോൾ നേടിയെടുക്കപ്പെട്ട ജീവിതമായി മാറി. സഭയെ തന്നെ മാറ്റിമറയ്ക്കുന്ന ചില ജീവിതങ്ങളായി അവരുടെ ജീവിതം മാറി. നിന്നെയും ദൈവം ചില ആത്മാവിലുള്ള ചിന്തകളിലും അസ്വസ്ഥകളിലും കടന്നുവിടുന്നത് നീയും നാളെ ഒരു പ്രവാചകനാകാനല്ലേ. രണ്ടാമത്തെ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണം, മനുഷ്യൻ്റെ ഹൃദയം വ്യത്യസ്തമായ വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കണ്ണീര് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഈ കാലഘട്ടങ്ങളിൽ ചിന്തിക്കാൻ ഇടവന്നപ്പോൾ ദൈവം തന്ന മനുഷ്യന് കൊടുത്ത വൈകാരികമായ ഒരു വികാരത്തിൻ്റെ പേരാണ് കണ്ണുനീര്. അതുപോലും ദൈവം തന്നതാ, ഞാൻ ആർക്കു വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ലൈംഗികത, എൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കണ്ണീരിൻ്റെ വരം ആർക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്? ഒന്നും ദൈവം
അല്ലാതെ ഉണ്ടാക്കിയിട്ട്. ദൈവമാണ് എല്ലാം ഉണ്ടാക്കിയത്. നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവം ഉണ്ടാക്കിയ മഹത്വകരമായ വലിയ കൃപ. എന്നാൽ പിശാചിന് വേണ്ടി നീ ഉപയോഗിക്കുന്നുണ്ടോ? തിന്മയ്ക്ക് വേണ്ടി, നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ ഉപയോഗിക്കുന്നുണ്ടോ? മൂന്നാമത്തെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് ചിന്തിക്കേണ്ടത്, മനുഷ്യൻ്റെ ഹൃദയം വ്യത്യസ്തമായ വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് ഈ വികാരങ്ങൾക്കിടയിൽ നീ കണ്ടെത്തണം, എനിക്ക് തന്നവന് വേണ്ടിയാണോ ഞാനത് ഉപയോഗിക്കുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരെ വിശ്വാസം എന്നത് നിന്റെയും എൻ്റെയും ജീവിതത്തിൽ ആഴപ്പെടുന്നത്. മൂന്നാമത്തെ ഒരു കാരണമുണ്ട്, അതിപ്രകാരമാണ്: ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. വിശ്വാസം എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. എൻ്റെ മുന്നിൽ നല്ലതും ചീത്തയും വെച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ചൂടുവെള്ളം വെച്ചിട്ട് തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട്. എനിക്ക് തണുപ്പുള്ള സമയത്ത് അത് ചൂടുള്ളത് എടുത്തു കുടിക്കാനും, എനിക്ക് ചൂടുള്ള സമയത്ത് തണുത്തതിനെ സ്വീകരിക്കാനും, ഞാൻ തണുത്തിരിക്കുമ്പോൾ ചൂടുള്ളത് സ്വീകരിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ബുദ്ധിപരമായ തലത്തിൽ ദൈവം നമുക്കൊരു റീസൺ തന്നിട്ടുണ്ട്. ഇതുപോലെ നീ തെരഞ്ഞെടുക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവം തന്ന ഈ തുച്ഛമായ ഈ ജീവിതത്തിൽ എൻ്റെ തെരഞ്ഞെടുപ്പുകൾ എവിടേക്കാണ്? യഥാർത്ഥ വിശ്വാസം എന്ന സ്നേഹമുള്ളവരെ ഒരു ഫ്രീഡമാണ്. ആർക്കും തെരഞ്ഞെടുക്കാനുള്ളൊരു ഫ്രീഡം. ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല വിശ്വാസം. പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നത് ഒരു അടിച്ചേൽപ്പിക്കലല്ല. അച്ഛാ, ആരടിച്ചേൽപ്പിച്ചു? നീ നാവ് നീട്ടുമ്പോൾ നിന്റെ അതരത്തിൽ അലിഞ്ഞു ചേരുന്നൊരു ദൈവം. പലപ്പോഴും ഒരു വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ദൈവജനത്തെ കാണുമ്പോൾ പല കൂട്ടം മനുഷ്യർ, അതിൽ സാമ്പത്തികമായിട്ടുള്ളവരുണ്ട്, പാവപ്പെട്ടവർ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവർ, ആരോരുമില്ലാത്ത ദൈവജനം, തെരുവിൻ്റെ ഏകാന്തതയിലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ജീവിക്കുന്ന ദൈവജനം. ആര് വന്നാലും അവൻ്റെ നാവിൽ അലിഞ്ഞു ചേരാൻ ആരുടെയും വില കുറവോ വില കൂടുതലോ നോക്കാതെ നാവിൽ വരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ശക്തിയായിരുന്നു ദൈവം. അതാണ് പല ബലിപീഠങ്ങളിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് ദൈവം കടന്നു വരുന്നത്. അത് നിന്റെ ഉയർച്ചയിലും താഴ്ചയിലും തകർച്ചയിലും നിന്റെ വേദനയിലും ഒരുപോലെയാണ് ദൈവം. സ്നേഹമുള്ളവരെ, നമുക്ക് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ ചിന്തിപ്പിച്ചൊരു വ്യക്തിത്വമാണ് രക്തസ്രാവക്കാരി സ്ത്രീ. 12 വർഷത്തെ രക്തസ്രാവം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വചനം എന്നെ ഒരു കാലഘട്ടത്തിൽ ചിന്തിപ്പിച്ചതാണ്. എൻ്റെ ഒരു കാലഘട്ടം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. വിശ്വാസത്തിൻ്റെ വൈദിക ജീവിതത്തിൽ സെമിനാരി പഠിക്കുന്നൊരു കാലഘട്ടം, ഒരു ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടം, പല ചിന്തകളും, മ്യൂസിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയം, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ടീമിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിൽ ഹാൻഡ്ബോളിൽ കളിക്കുന്ന സമയം, നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുന്ന സമയം. ആത്മീയതയും ഒരു വഴിക്ക് പോകുന്നു, എന്നാൽ ലോകത്തിൻ്റെ ഭൗതികതയും ഒരുപോലെ വെച്ച് നീട്ടപ്പെടുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് എനിക്ക് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു എൻകൗണ്ടർ കിട്ടുകയാണ് ഒരു ധ്യാനത്തിൽ വെച്ച്. നീ ആരെയാണ് സ്നേഹിക്കുന്നത്? ലോകത്തെയാണോ എന്നെയാണോ? നിന്നെ ഞാൻ പ്രത്യേകം വിളിച്ചു കൊണ്ടുവന്നിട്ട് എത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നു മകനെ? ആ ഒരു ചോദ്യത്തിന് ഞാൻ പ്രത്യുത്തരം കൊടുക്കാൻ തുടങ്ങിയ സമയത്ത്, അന്നുവരെ എൻ്റെ ജീവിതത്തിൽ മെഡിക്കൽ ഫീൽഡിൽ ഒരിക്കലും പോയി ഞാൻ കിടക്കേണ്ടി വന്നിട്ടില്ല, ഒരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ പേരിലും. എന്നാൽ എൻ്റെ ദൈവത്തെ ആഴത്തിൽ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു സമയം, വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന യഥാർത്ഥ സാന്നിധ്യത്തെ കണ്ട നിമിഷങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വായിൽ ഒരു രോഗം വരികയാണ്. വായിൽ ഇങ്ങനെ പൊട്ടിപ്പഴുക്കുന്ന അവസ്ഥയിൽ ഏകദേശം 25ഓളം മുറിവുകൾ എൻ്റെ ഈ കൊച്ചുവായ മുഴുവൻ പഴുത്തു പോകുന്നൊരവസ്ഥ. സ്നേഹമുള്ളവരെ, അന്ന് ഞാൻ പല ഡോക്ടർമാരെയും കാണിച്ചു. പലരും അലർജിയുടെയും അസിഡിറ്റിയുടെയും പല വിധത്തിലും അവർക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു. അവസാനം ഇതിനൊന്നും, ഈ മരുന്നുകൾക്കൊന്നും എൻ്റെ ഈ രോഗ അവസ്ഥയെ മാറ്റാൻ പറ്റിയില്ല. ചിലത് ദൈവത്തിൻ്റെ നിയോഗമാണ്. ചില രോഗ അവസ്ഥകൾ, ചില ദൈവീക പദ്ധതികളെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താനുള്ളതാണെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. അങ്ങനെ അമല ഹോസ്പിറ്റലിലെ ഒരു ബയോപ്സി ടെസ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് ടോക്കൺ നമ്പർ 3 ലഭിച്ച് ഒരു ഡോക്ടറുടെ പേരും തന്ന് എൻ്റെ നോക്കുന്ന എൻ്റെ സഹോദര വൈദികൻ എന്നോട് പറഞ്ഞു, സിജോ, നമുക്കൊരു ബയോപ്സി ടെസ്റ്റ് നടത്താം. അന്നും ഇന്നും ബയോപ്സി എന്ന് കേട്ടാൽ മനുഷ്യൻ്റെ ഹൃദയത്തിലൊരു നെഞ്ചിടിപ്പുണ്ട്. എന്താണ്? മരണം എവിടെയോ എന്നെ മാടി വിളിക്കുന്നു.
ഒരു ക്യാൻസർ എന്ന രോഗത്തിൻ്റെ അവസ്ഥയാണോ എന്ന് സാധാരണ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ നീറ്റലായിട്ട് വരുന്ന ഒരു സമയമാണ്. ഞങ്ങളൊരു അന്ന് ഞാനും ചിന്തിച്ചു, ദൈവമേ, നിന്നെ അറിഞ്ഞ് സ്നേഹിച്ചത് കൊണ്ടാണോ എനിക്ക് രോഗം വന്നത്? അറിവില്ലായ്മകൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ അറിവില്ലാത്ത ചില ഉത്തരങ്ങൾ കൊണ്ടുവയ്ക്കും. സ്നേഹമുള്ളവരെ, നിങ്ങളും ചിലപ്പോൾ ഈ രോഗങ്ങളും രോഗ അവസ്ഥകളും വന്നപ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയായിരിക്കും. അന്ന് ഞാനും ചോദിച്ചു. അന്ന് ബലിപീഠത്തിൽ ചെന്ന് നിന്ന് കുർബാനയ്ക്ക് ഒത്തിരി പരാതികൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ നെഞ്ചിലെ നീറ്റൽ എനിക്ക് പറയാനുണ്ടായിരുന്നു. കർത്താവെ, കുറച്ച് നാളും കഴിഞ്ഞാൽ ബലിപീഠത്തിൽ നിൻ്റെ ശരീരം ഒന്നെടുത്ത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുന്നിൽ, സഹോദരങ്ങളുടെ മുന്നിൽ, ഈ ലോകത്തിൻ്റെ മുന്നിൽ, എൻ്റെ കൂടെ പിറപ്പുകളുടെ മുന്നിൽ, എൻ്റെ കൂടെ പഠിച്ച ജീവിച്ച് എൻ്റെ കൂടെ കളിച്ച സഹോദരങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിച്ചു കൊടുക്കാൻ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആ ജന്മം മുതൽ ആഗ്രഹിച്ച ആ സ്വപ്നത്തെ ഒന്ന് നിറവേറ്റാൻ. സ്നേഹമുള്ളവരെ, അന്ന് ഞാൻ വായിച്ചു കേട്ട ദൈവവചനമാണ് ഈ രക്തസ്രാവക്കാരിയെ. പിന്നീട് എൻ്റെ ദൈവശാസ്ത്ര പഠന കാലഘട്ടങ്ങളിൽ ഞാൻ ഒത്തിരി ലൈബ്രറികളിൽ പോയിരുന്ന് വായിച്ചിട്ടുണ്ട് ഈ വചനത്തിൻ്റെ ആഴം എന്താണെന്ന്. നമുക്കാർക്കും ഈ 12 വർഷക്കാരി വലിയൊരു പൊള്ളലല്ല. എന്നാൽ അവൾ ആരായിരുന്നുവെന്ന് നിങ്ങളെ ഞാനൊന്ന് ബോധ്യപ്പെടുത്താം. ഇത് ഞാൻ അറിഞ്ഞും വായിച്ചതുമായ ചില അറിവുകളാണ്. സ്നേഹമുള്ളവരെ, രക്തസ്രാവം എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യത്തിൽ 2 ശപിക്കപ്പെട്ട രോഗമാണ്. അതിലൊന്നാമത്തെ ശപിക്കപ്പെട്ട രോഗമാണ് കുഷ്ഠരോഗം. നമുക്കറിയാം, മൊളോക്കി ദ്വീപിലേക്ക് ഡാമിയൻ കടന്നു ചെല്ലുന്നത് ആ ദ്വീപുകളിലാണ് കുഷ്ഠരോഗികൾ ആരും നോക്കാതെ മരിച്ചു തീർന്നു പോകുന്ന ചില ജീവിതങ്ങളെയായിരുന്നു മൊളോക്കി ദ്വീപിൽ കൊണ്ടിട്ടിരുന്നത്. ഇതുപോലത്തെ 2ാമത്തെ ശപിക്കപ്പെട്ട രോഗമായിരുന്നു രക്തസ്രാവം. പ്രത്യേകിച്ച് സ്ത്രീകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥ. നമുക്കറിയാം, ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവം എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു സ്ത്രീയെ ദൈവം ആത്മീയമായും ഭൗതികമായിട്ടും അവളുടെ ഉദരത്തെയും ശരീരത്തെയും ഒരുക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ്. എന്നാൽ യഹൂദ ചിന്തഗതി അനുസരിച്ച് ഇതൊരു ശപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അന്നത്തെ സ്ത്രീകളെ ലോകം ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് വലിയ സാമ്രാജ്യ രാജാക്കന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടി ഇവരുടെ ശരീരത്തിൽ ഈ അവസ്ഥ വരുമ്പോൾ ശാരീരികമായി അല്ലെങ്കിൽ വ്യഭിചാര ജീവിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കും. അങ്ങനെ ഈ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ രാജാവിനെ, ആ പ്രഭുവിനെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ഒരു നിയമം അന്ന് യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു. വിശ്വാസം വലിയ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടങ്ങൾ. സ്നേഹമുള്ളവരെ, പാരമ്പര്യങ്ങളെ ഉടച്ചു വാർത്തവനാണ് ക്രിസ്തു. ഇന്നും നമ്മുടെ ദേവാലയങ്ങളിൽ ഇങ്ങനൊരവസ്ഥ ഒരു സ്ത്രീക്ക് വന്നാലും ദൈവാലയത്തിൽ ക്രിസ്തുവിൻ്റെ മുന്നിൽ വരാൻ ആരും തടയില്ല. എന്നാൽ മറ്റു ചില വിശ്വാസങ്ങൾ ഇതിനെ തടയുന്നുണ്ടെന്നുള്ള സത്യം ഈ കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാം തിരിച്ചറിവുള്ളവരായിട്ട് മാറുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അന്ന് ഈ വചനം കേട്ടപ്പോൾ ഞാനിത് പഠിക്കാൻ തുടങ്ങി. എന്തായിരുന്നു ആ രക്തസ്രാവക്കാരിയുടെ? സ്നേഹമുള്ളവരെ, 2 വചനങ്ങളാണ് ലൂക്കാ സുവിശേഷകനും മറ്റു സുവിശേഷകരും ഈ രക്തസ്രാവത്തെ കൂട്ടിവെച്ചിരിക്കുന്നത്. ഒന്ന്, 12 വയസ്സുള്ള ജോവറാസിന്റെ പുത്രി ഒരു മരണക്കിടക്കയിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, 12 വർഷം കഴിഞ്ഞ് രക്തസ്രാവം മാറാത്ത ഒരവസ്ഥ. യഹൂദ പാരമ്പര്യത്തിൽ ഈ 12 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി യഥാർത്ഥത്തിൽ അവളുടെ ജീവിതം ഒരു സ്ത്രീത്വം തെളിയിക്കുന്ന കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ആ വീട്ടിൽ വലിയൊരു ആഘോഷമാണ്. ജോവറാസിന്റെ വീട്ടിലെ ആഘോഷങ്ങളുടെ ഇടയിൽ ഒരു മകള് മരിക്കുക. സ്വന്തം മകള് ആഘോഷത്തിന്റെ നടുവിൽ മരണത്തിലേക്ക് പോകുന്നു. അവൾ 12 വയസ്സായപ്പോൾ അവളുടെ സ്ത്രീത്വം തെളിയിക്കുന്ന വലിയ ആഘോഷത്തിൻ്റെ ഒരു വർഷം കടന്നു പോകുമ്പോൾ അവിടെ മരണം സംഭവിക്കുന്നു. സ്നേഹമുള്ളവരെ, അവിടെ ഈശോ ആ മകളെ എഴുന്നേൽപ്പിക്കുക. ജോവറാസിന്റെ വിശ്വാസം കണ്ട് തൻ്റെ മകളെ ജീവനിലേക്ക് പിടിച്ചുയർത്തുക. അത് കഴിഞ്ഞ് ഈശോ കടന്നു പോകുമ്പോഴാണ് ഈ രക്തസ്രാവക്കാരി വരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, 12 വയസ്സിൽ രക്തസ്രാവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ രക്തസ്രാവക്കാരിക്ക് ഇപ്പോൾ എത്ര വയസ്സാണ്? 12 വയസ്സിൽ അവൾക്ക് തുടങ്ങിയ രക്തസ്രാവമാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് 24 വയസ്സ്. ആരുടെയും മുന്നിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത വേദന ഉള്ളിലൊതുക്കി ഒറ്റയ്ക്കിരുന്ന് ഒരു മുറിയിലിരുന്ന് കരയുന്ന ഒരു പെൺകുട്ടി. സ്വന്തം സമൂഹം അവളെ ഉപേക്ഷിച്ചു. കൂടപ്പിറപ്പുകൾ ഒരിക്കലും അവളുടെ അടുത്തേക്ക് വരില്ല. കാരണം അവളുടെ ശരീരം അതുപോലെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതുപോലൊരു വെള്ള വസ്ത്രമാണ് അവൾ 12 വർഷമായിട്ട് അണിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ കളർ എന്തായിരിക്കും? അവളുടെ മണം എന്തായിരിക്കും? ആരും അവളുടെ അടുത്തേക്ക് ചെല്ലില്ല. അതുകൊണ്ടാണ് പല വൈദ്യന്മാരുടെ അടുത്തേക്ക് അവൾ കടന്നു ചെന്നിട്ടും ആർക്കും അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.
അകലങ്ങളിൽ മാറിയിരുന്ന് ചികിത്സിക്കുന്ന വൈദ്യന്മാരെയാണ് അവൾ കണ്ടത്. സ്നേഹമുള്ളവരെ, എന്നാൽ അവൾ കാത്തിരുന്നു. ഞാനും നിങ്ങളുമാണ് ഇന്ന സഹനത്തിലൂടെ കടന്നുപോയെങ്കിൽ കൂടിപ്പോയ 2 വർഷം. ഇന്നും ആത്മഹത്യയുടെ നിരക്കുകൾ ഈ ലോകത്ത് പറഞ്ഞു വെക്കുമ്പോൾ സഹിക്കാൻ ഇഷ്ടമില്ലാത്തവര്, കാത്തിരിപ്പുകളില്ലാത്തവര്, വിശ്വാസത്തിന്റെ കുറവ് കൊണ്ട് മരണമെന്ന ആത്മഹത്യയെ വിളിച്ചു വരുത്തുന്ന ഒരു കൂട്ടം യുവജനങ്ങള്, ബാല്യങ്ങള്, ദാമ്പത്യങ്ങള് ഇന്ന് ലോകത്തുണ്ട്. യഥാർത്ഥത്തിൽ അവൾ 12 വർഷം കാത്തിരുന്നു. അവൾ ഒരിക്കലും ബൈബിള് വായിച്ച് ഒരു തിയോളജിയനോ ദൈവശാസ്ത്രജ്ഞയോ ഒന്നും അല്ലായിരുന്നു. അവൾക്ക് പഴയ നിയമത്തിൽ ഇമ്മാനുവൽ, എന്നെ രക്ഷിക്കുന്നവൻ, അവൻ കടന്നു വരുന്നൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു. ബൈബിളിൽ മനോഹരമായി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. യേശു ഈ തിക്കിലൂടെ കടന്നു പോകുമ്പോൾ അവൾ തിക്കിത്തിരക്കി വന്ന്, അവൾ പ്രതീക്ഷയോടെ വന്നു. അവൾ കാത്തിരിപ്പിൻ്റെ ഒരു ഉത്തരമായിട്ട് ആ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവളുടെ ശരീരത്തിലെ രക്തസ്രാവം വിട്ടു. ആ സമയത്ത് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പത്രോസിനോട് പറയാ, എന്നെ ആരോ സ്പർശിച്ചു. അപ്പൊ പത്രോസ്, ഒരു രസകരമാണ്, ഞാൻ ആ ബൈബിള് ആ വചനം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പത്രോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഈശോയെ, നിന്നെ തൊടാത്തത് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാർ കുറേ നേരമായി നിന്നെ തൊടാൻ വേണ്ടി ആഗ്രഹിക്കണം, അല്ലേ? പത്രോസ് അങ്ങനെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് മനസ്സിലായി, കാത്തിരിപ്പുകളിൽ ഒരുവൾ തൊട്ടു. തൊട്ട സമയം ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. വിശ്വാസി ദൈവത്തെ തൊട്ടാൽ, പ്രതീക്ഷയുള്ളവൻ ദൈവത്തെ തൊട്ടാൽ അഭിഷേകം ഒഴുകും. ഈ വചനം എന്നെ ചിന്തിപ്പിച്ചു സ്നേഹമുള്ളവരെ. അന്ന് ഞാൻ ഈ കുർബാനയ്ക്ക് നിന്നപ്പോൾ, ഇന്ന് വരെ പലപ്പോഴും കേട്ട വചനമാണെങ്കിലും എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ക്യൂരിയോസിറ്റി. അവള് വസ്ത്രത്തിൽ തൊട്ടു, ഞാൻ കർത്താവിൻ്റെ ശരീരത്തിൽ തൊടുന്നു. ഇതായിരുന്നു എൻ്റെ ക്യൂരിയോസിറ്റി. അവൾ വസ്ത്രത്തിൽ തൊട്ടു, ഞാൻ അവൻ്റെ ശരീരത്തിൽ തൊടുന്നു. രണ്ടും രണ്ടാ. വസ്ത്രവും ശരീരം രണ്ടാ. വസ്ത്രം ശരീരത്തിലിട്ടാൽ ശരീരത്തിൻ്റെ ചൂട് വേണമെങ്കിൽ വസ്ത്രത്തിന് വരാം. സ്നേഹമുള്ളവരെ, അന്ന് ഞാൻ കുർബാനയ്ക്ക് ജീവിക്കുന്ന ദിവ്യകാരുണ്യത്തിന് മുന്നിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുള്ളൂ, ഈശോയെ, എനിക്ക് എൻ്റെ ഉള്ളിലൊരു ബോധ്യം തരണം. ഈ കുർബാന എൻ്റെ 25 മുറിവിനെ തൊടാൻ മാത്രം കൃപയുള്ളതാക്കി മാറ്റണം. ആദ്യ ദിവസം ഞാൻ കുർബാനയ്ക്ക് പൊട്ടി പഴുത്തിരിക്കുന്നു. 1.5 മാസമായി ഞാൻ കൃത്യമായിട്ട് പല്ല് തേച്ചാൽ ഇന്നും ഞാൻ മറക്കാതെ ഓർക്കുന്നൊരു ദിവസങ്ങളായിരുന്നു അത്. പച്ചവെള്ളം കുടിക്കുമ്പോഴും അതിൻ്റെ പുളിപ്പ് പോലും എൻ്റെ ചുണ്ടിൽ വന്നാൽ അതിങ്ങനെ പൊട്ടി ഒലയ്ക്കും. അതൊത്തിരി വേദനയായിരുന്നു. ഒന്നും കഴിക്കാത്ത 1.5 മാസത്തിൻ്റെ എൻ്റെ കാലഘട്ടം. കൂടപ്പിറപ്പുകൾ പലപ്പോഴും പറയും, ഡാ ക്യാൻസർ ആണോ? ഞാനതിന് ഉത്തരമൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഈ ദിവ്യകാരുണ്യം എൻ്റെ നാവിൽ കൊണ്ടുവച്ച് ഞാനൊരു തീരുമാനം. അന്ന് ഞാനിങ്ങനെ ഗ്ലാസ്സിൽ ലയിപ്പിച്ച് വെള്ളമായിരുന്നു കുടിച്ചിരുന്നത്. ഞാൻ ആ കുർബാന കൊണ്ട് ഓരോ മുറിവിലും വയ്ക്കുമ്പോൾ അതികഠിനമായ വേദന, വായിൽ നിന്നിങ്ങനെ ഒഴുകുന്ന അവസ്ഥ. അങ്ങനെ ഞാൻ തലചെറ്റി വീണത് 1ാമത്തെ ദിവസം അങ്ങനെ വീണു പോകുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ട് ഡ്രിപ്പിട്ട് തിരിച്ചു കൊണ്ടുവന്നു. 2ാം ദിവസവും ഞാൻ ഇതേ തീരുമാനം എടുക്കുമ്പോൾ എൻ്റെ കൂടപ്പിറപ്പുകൾ പറഞ്ഞു, കൂടെ പഠിക്കുന്നവരുണ്ട്, സുജോ നീ ചെയ്യരുത് അങ്ങനെ. കാരണം നീ അങ്ങനെ തീഷ്ണത വേണ്ട. വിശ്വാസം നല്ലത്, തീഷ്ണത വേണ്ട. ചില സമയത്ത് വിശ്വാസം നമ്മളെ തീഷ്ണതയിലേക്ക് കൊണ്ടുപോകും. കാരണം ഈ വചനം ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ജീവിക്കുന്ന വചനമല്ലേ? എനിക്കൊരു ആധികാരികത വേണ്ട, പറഞ്ഞ് വായിച്ചു പോയാൽ മതി എന്നുള്ളതല്ല. എനിക്ക് ജീവിക്കണം, ഈ വചനം എൻ്റെ ജീവിതത്തിൽ ജീവിക്കണം. 2ാം ദിവസം സമയമെടുത്ത് 1.5-2.5 മണിക്കൂർ എടുത്ത് കുർബാന എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടും ഞാനിത് പതുക്കെ ഓരോരുത്തർക്ക് കൊണ്ടുവച്ച് ഇറക്കി. 3ാമത്തെ ദിവസം 10 മണിക്ക് അമല ഹോസ്പിറ്റലിൽ ബയോപ്സി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആ ഡോക്ടറിൻ്റെ മുന്നിൽ എൻ്റെ വായിൽ നിന്ന് ഒരു ചെറിയ ഭാഗം എടുത്ത് ബയോപ്സിക്ക് അയക്കണം. അന്ന് ഞാൻ കുർബാന കണ്ട സ്നേഹമുള്ളവരെ, വിശുദ്ധ ബലി കണ്ടത് മുട്ടുകുത്തിയിട്ടാണ്. എൻ്റെ മുട്ടിന് വേദന ഉണ്ടായിരുന്നില്ല, എനിക്ക് കാറ്റിൻ്റെ കുറവുണ്ടായിരുന്നില്ല, AC ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. കാരണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്പേസ് ആൻഡ് ടൈമിൽ പോകുമ്പോൾ അവിടെ തണുപ്പാ, അവിടെ ഒരു കുളിർമയാ, അവിടെ ഒരു ജീവനാ. അതായിരുന്നു എന്നെ ചിന്തിപ്പിച്ച്. സ്നേഹമുള്ളവരെ, ഈ കുർബാന എൻ്റെ നാവിൽ കയ്യിൽ തന്ന് ആ കുർബാന എടുത്ത് ഞാൻ നാവിൽ വെച്ച് 1ാമത്തെ മുറിവ് പോകുമ്പോൾ ഈ അച്ഛൻ്റെ വായയിൽ അങ്ങനൊരു മുറിവ് ഉണ്ടായിട്ടില്ല. ഞാൻ അന്ന് കണ്ടതാണ് ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ. ഒരു രക്തസ്രാവക്കാരിയെ മാത്രമല്ല അവൻ തൊട്ടിരിക്കുന്നത്. ഇന്നും അനേകരെ കൊറോണ വന്ന് മരിക്കുമെന്ന് വെന്റിലേറ്ററിലിട്ട പല ജീവിതങ്ങളെയും അവിടുന്ന് ഉയർപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും 2 സംഭവമല്ല, 2000 വർഷം ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ.
എന്നിട്ടാണ് നിനക്ക് ചോദിക്കാനുള്ളത്, ഗോഡ് ഈസ് എക്സിസ്റ്റിംഗ്, ദൈവം ജീവിക്കുന്നുണ്ടോന്ന്. ഞാനൊരു സാക്ഷ്യപത്രമാണ്, എൻ്റെ പൗരോഹിത്യം ഒരു സാക്ഷ്യപത്രമാണ്. ഇത് ഒരാളുടെ അല്ല, ആയിരക്കണക്കിന്. ആരെല്ലാം മയക്കെടുക്കുന്നോ അവനോട് ചോദിക്കാനുള്ളത്, എവിടെയോ തിരിച്ചു കിട്ടിയ ഈ വിശ്വാസ ചൈതന്യം, നഷ്ടപ്പെടുത്തിയിട്ടും ഒരിക്കലും വിട്ടുപോകാതെ കെട്ടിപ്പിടിക്കുന്നൊരു സ്നേഹത്തിൻ്റെ ആഴം, അതാണ് സ്നേഹമുള്ളവരുടെ വിശ്വാസം. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം 37:5 പറയുന്നത്, നിന്റെ ജീവിതം കർത്താവിന് വരാൻ ഏൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടെ നിന്നെ നോക്കിക്കോളും. നീ എങ്ങനെ നോക്കിയില്ലെങ്കിലും ദൈവത്തിന് നിന്നെ നോക്കാതിരിക്കാൻ പറ്റില്ല. ഇതുപോലെ മറ്റൊരു അനുഭൂതിയുണ്ട്. പട്ടം കിട്ടി 3-ാമത്തെ മാസം വിശുദ്ധ കുർബാനയെക്കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ച് പങ്കുവെക്കുന്ന ഒരു സമയം. അന്ന് എൻ്റെ മുറിയിലേക്ക് 2 അപ്പച്ചന്മാർ ഓടി വന്നു. അവരുടെ മകൻ്റെ കുഞ്ഞ് മരിക്കാൻ പോവാണ്. 7 വർഷം കഴിഞ്ഞിട്ടുണ്ടായ കുഞ്ഞ്. ഈ കുഞ്ഞ് ജനിച്ചത് നല്ല നോർമലായിട്ടായിരുന്നു. പിറ്റേ ദിവസം ഈ കുഞ്ഞിന് ഫിക്സ് വരുന്നു, മരണത്തിനോട് മല്ലടിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞു, ഈ കുഞ്ഞ് മരിച്ചു, എന്ന ജീവനുണ്ട്, എവിടെയോ ഒരു നാടിയെടുപ്പുണ്ട്. കുടുംബം മുഴുവൻ ആ മകനോട് പറഞ്ഞത്, യു ഡു ദ മേഴ്സി കില്ലിംഗ്, കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. ഈ ജീവശ്രമമായിട്ടുള്ള ഈ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ എവിടെ പോവാനാ? സ്നേഹമുള്ളവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകൻ എൻ്റെ അടുത്ത് വരികയാണ്, ഈ കുടുംബം വരികയാണ്. ഇവർ പറഞ്ഞു, അച്ഛാ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ജീവൻ കൊടുക്കാനും ജീവിതം എടുക്കാനും നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല, അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. എന്തോ ദൈവത്തിന് ഈ കുഞ്ഞിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞങ്ങളോരെ അന്ന് എനിക്ക് ഒരു ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്ന് സക്രാരുടെ മുന്നിൽ പോയിട്ട്, ഈശോ ഇരിക്കുന്ന സക്രാരുടെ മുന്നിൽ ഇങ്ങനെ വിളിച്ചു, കർത്താവേ 3 മാസമായിട്ടുള്ളൂ എൻ്റെ കയ്യിൽ ഈശോ പിറന്ന്. ഈ കൈയൊരു പുൽക്കൂടാ, ഏതൊരു പുരോഹിതൻ്റെയും കൈയൊരു പുൽക്കൂടാ. കാരണം പിറന്ന് വീഴുന്നത് ഞങ്ങളുടെ കയ്യിലാണ്. അതിനുള്ള യോഗ്യത എനിക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടെന്ന് പറയില്ല. കാലികൾക്ക് ഒരിക്കലും ക്രിസ്തുവിൻ്റെ ജനനം എടുക്കാനുള്ള കൃപയുണ്ടായിരുന്നു. ആ കാലിത്തൊഴുത്തിന് ഒരിക്കലും കൃപ. ദൈവം ആ സ്പേസ് ആൻഡ് ടൈമിലേക്ക് കഴുതയും ആടും പശുവും അവർ കാഷ്ടിച്ചിട്ട ആ സ്ഥലത്തേക്ക് ആ സ്പേസ് ആൻഡ് ടൈം ഇറങ്ങി വരിക, അതൊരു കൃപയുടെ സ്ഥലമായി. അതാണ് ഫ്രാൻസിസ് അസീസി ഇന്ന് പുൽക്കൂടുകൾ എല്ലായിടത്തും പണിയാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അന്ന് ഈ സക്രാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആ സ്പേസ് ആൻഡ് ടൈമിലേക്ക് ആ സക്രാരിയിൽ നിന്ന് ഒരു ജീവിക്കുന്ന ദൈവം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സ്നേഹമുള്ളവരെ, ആ സമയത്ത് ഈ സക്രാരിയുടെ അടിയിലുള്ള സ്റ്റെപ്പുകളിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഈ കുടുംബം ഓളിടുക, അച്ഛാ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അച്ഛനിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുക. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആ ദൈവം ആശുപത്രിയിൽ എക്യുബേറ്ററിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു, വെന്റിലേഷനിൽ കഴിയുന്ന കുഞ്ഞിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ സ്പേസ് ആൻഡ് ടൈമിൽ നമുക്ക് കാറ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോകണം, ദൈവത്തിന് അത് വേണ്ട. ഗോഡ് ഈസ് എക്സിസ്റ്റിംഗ് സ്പേസ് ആൻഡ് ടൈമിൽ. നീന്റെ സമയത്തിലേക്കല്ല, ദൈവം നിന്നെ ആ സ്പേസ് ആൻഡ് ടൈമിലേക്ക് കൊണ്ടുപോകും. അതാണ് ഫെയ്ത്ത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റൽ വിളിക്കുമ്പോൾ ഡോക്ടർമാർ ഓടി വരുന്നു, കൊച്ചു വാവിട്ട് കരയുന്നു. മരിച്ചുവെന്ന് എഴുതിപ്പെട്ട കുഞ്ഞ് ജീവൻ പ്രാപിച്ചു. സ്നേഹമുള്ളവർ, അതാണ് വിശ്വാസം. നിന്റെ ജീവിതത്തിൽ നീ ചോദിക്ക്, കർത്താവ് എനിക്ക് ഇങ്ങനൊരു സ്പേസ് ആൻഡ് ടൈമിലേക്ക് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയും കടന്നു പോകണം. എൻ്റെ യൗവനം, ബാല്യം, എൻ്റെ വാർദ്ധക്യം എല്ലാം കടന്നു പോകേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരെ വലിയൊരു കൃപ. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്താണ് യൗവനങ്ങളിൽ ഈ വിശ്വാസത്തിന്റെ ഒരു വ്യതിചലനം ഉണ്ടാകണം? അതിനുള്ള മെയിൻ കാരണം ഇതാണ്, വളർത്തിയവരിലുള്ള വിശ്വാസക്കുറവ്. സ്വന്തം അപ്പനമ്മയിലും സഹോദരങ്ങളിലേക്കും വിശ്വാസം കുറഞ്ഞ യഥാർത്ഥത്തിൽ ദൈവം നഷ്ടപ്പെടും. നമ്മുടെയൊക്കെയും കേരളത്തിൽ പറയുന്നൊരു ചൊല്ലുണ്ട്, മാതാപിതാ ഗുരു ദൈവം. അപ്പനും അമ്മയിൽ നിന്ന് കിട്ടിയ വിശ്വാസം അപ്പനമ്മയെ വെറുത്താൽ നഷ്ടപ്പെടും. ഗുരുഭൂതര് പറഞ്ഞു വെച്ച ആത്മീയ ചൈതന്യങ്ങൾ അവരെ വെറുത്താൽ നഷ്ടപ്പെടും. അതുകൊണ്ട് പിശാച് ഇസ് എ ടാർജറ്റീവ്. ദി ഈവിൾ സ്പിരിറ്റ് വെരി ടാർജറ്റീവ് ആണ്. വിശ്വാസം പകർന്നു തരുന്നവരെ വെറുക്കുമ്പോൾ ആദ്യം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് എവിടെയോ കൈയും കാലും കാണിച്ചവരെ ഇഷ്ടപ്പെടുമ്പോൾ ആദ്യം നീ വെറുക്കുക. കൂടെ സ്നേഹിച്ച അപ്പനെയാ, കൂടെ ഇരുന്ന അമ്മയാ, ഉച്ചവെയിലിൻ്റെ നെറുകയിൽ ജീവിതം എല്ലാം തീർത്ത് ഏത് ആരോഗ്യ അവസ്ഥയിലും പണിയെടുത്ത് നിനക്ക് വേണ്ടി ഒരു പിടി ചോറ് തരുന്ന അപ്പനെ നീ വെറുക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പനെ നീ വെറുക്കും. ജീവിതത്തിൽ എല്ലാം വെച്ചു വിളമ്പിയിട്ടും ഉള്ളിലൊന്നും കഴിക്കാനില്ലാതെ കരഞ്ഞു തീരുന്നൊരു അമ്മയെ നീ വെറുത്താൽ യഥാർത്ഥത്തിൽ നീ ദൈവത്തെ വെറുക്കും. എന്നാൽ
യേശു ആരായിരുന്നു? സ്വർഗത്തിൻ്റെ അപ്പനെയും ഭൂമിയിലുള്ള മാതാപിതാക്കളെയും ഒരുപോലെ ബഹുമാനിച്ച ദൈവപുത്രൻ. വിശ്വാസം എന്നത് വളർത്തിയവരിൽ നിന്ന് എതിർപ്പ് വന്നാൽ വിശ്വാസം നഷ്ടപ്പെടും. രണ്ടാമത്തത്, വളർച്ചയിൽ അനുഭവിച്ച വിശ്വാസത്തെ നിലനിർത്താത്തത് അപകടമാണ്. ചിലപ്പോൾ വളരും തോറും നീ തളരാം, നിന്റെ ജീവിതത്തിൽ തളർച്ച വരാം. നീ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എവിടെ ദൈവം? എവിടെ ദൈവം എന്നല്ല, എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ദൗത്യം എന്താണ് ഞാൻ ചെയ്യേണ്ടത് അത് ചോദിക്കുക. ദൈവം എന്തിനാ എന്നെ ഇങ്ങോട്ട് വിട്ടേ? എന്തിനാ പറഞ്ഞയച്ച്? എന്തോ ചെയ്തു തീർക്കാനുണ്ട്. ഒരു ഫ്രാൻസിസ് അസീസി ഒരു പ്രഭുവിൻ്റെ മകനായി ജനിച്ചത് വേറൊന്നിനല്ല, സ്വർഗത്തിൻ്റെ പ്രഭു ഈ ഭൂമിയിലുണ്ടെന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്ന വിശ്വാസത്തിൻ്റെ ആഴം ചോദിക്കേണ്ടത് അവൻ്റെ പ്രേമലേഖനത്തിലാണ്. രണ്ടാമത്തെ ഒരു കാര്യം അനുഭവിക്കേണ്ടത് അവൻ കിടന്ന കട്ടിലിലാണ്. ക്രിസ്തു കിടന്നൊരു കട്ടിലിനൊരു പേരുണ്ട്, അതാണ് കുരിശ്. സഹോദരരെ, വിശ്വാസം കുരിശിൽ കിടക്കുമ്പോഴാണ്. ശരിക്കും കട്ടിലിന് എന്തിനപ്പുറം ഉണ്ടാക്കി ഞാൻ ചോദിക്കാറുണ്ട്. ദൈവമേ, അങ്ങനെ ഒരു പുറത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു? ക്രിസ്തു കിടന്ന കട്ടിലിന് അപ്പുറമുണ്ട്. ആർക്ക്? നിനക്ക് കിടക്കാൻ. അവിടെ യഥാർത്ഥത്തിൽ ആ സഹനത്തിൻ്റെ ആഴങ്ങളിൽ വിശ്വാസം വർദ്ധിക്കപ്പെടണം. തന്നിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടരുത് മക്കളെ. ഈ രണ്ട് വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് നമ്മിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടം. പലപ്പോഴും കുട്ടികൾ എന്നോട്, യുവജനങ്ങൾ പറയാറുണ്ട്, അച്ഛാ മടുത്തു വച്ച ജീവിതം, ഒന്നിനും സന്തോഷം തോന്നുന്നു, എന്തൊക്കെയോ അസ്വസ്ഥതകളാണ് മനസ്സിന്, ആഗ്രഹമുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. ആ സ്പേസ് ആൻഡ് ടൈമിൽ ഒരു യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനുള്ള പ്രധാന കാരണമാണ് അച്ഛൻ പറയുന്നത്. യുവനങ്ങളെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അത് ഇൻഡിഫറൻറ്റ് റിഡ്യൂസ് ദ പ്രോപ്പർ ഫെയ്ത്ത്. നിന്റെ ജീവിതത്തിലെ നിസ്സംഗത നിന്റെ വിശ്വാസത്തെ തളർത്തും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസിസ് ഇൻഡിഫറൻസാണ്. ഒന്നിനും സന്തോഷം തോന്നുന്നില്ല. നീ വേണമെങ്കിൽ ഒരു 10 ദിവസം മുഴുവൻ ഇരുന്ന് ഫേസ്ബുക്ക് നോക്കിക്കോ, യു ആർ നോട്ട് ഗെറ്റ് ദ സാറ്റിസ്ഫാക്ഷൻ. എന്തോ ഒരു പ്രശ്നം. എത്ര ലൈക്ക് കിട്ടിയാലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത യുവജനങ്ങൾ. കാരണം ഇന്നലകൾ കിട്ടിയ ലൈക്കുകൾ ഇന്ന് കുറയുമ്പോൾ അവന് വിശ്വസിച്ചവരെല്ലാം എന്നെ ചതിക്കുകയായിരുന്നു തോന്നാം. ഇൻഡിഫറൻസ് ഇസ് എ ബിഗ് പ്രോബ്ലം ഇൻ ദിസ് വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലമാണ്. കാരണം ഇൻഡിഫറൻസ് റിഡ്യൂസ് ദ പ്രോപ്പർ ഫെയ്ത്ത്. എൻ്റെ യഥാർത്ഥ വിശ്വാസത്തെ കുറയ്ക്കും. ഇന്നലകളിൽ എൻ്റെ അപ്പനും അമ്മയും കയ്യിലെടുത്ത് സ്നേഹിച്ചു, എന്നാൽ വലുതായപ്പോൾ ആ സ്നേഹം എവിടെയോ കുറഞ്ഞു എന്ന് പറഞ്ഞ് മാതാപിതാക്കളിൽ നിന്ന് അകലുന്ന എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നോടുള്ള വിശ്വാസം കുറഞ്ഞു. സ്നേഹം അവർക്ക് വിശ്വാസം കുറഞ്ഞതല്ല, നിന്നോടുള്ള തീക്ഷ്ണമായ സ്നേഹം അവരെ നിന്നെ നല്ലവരാക്കാൻ ഉജ്ജ്വലിപ്പിക്കുന്ന. അതുകൊണ്ട് അവർ ശ്വാസിക്കും, നാളെ നീയും ഇതന്നെ ചെയ്യും. കാരണം എന്തോ ചില ഇൻഡിഫറൻസ് തൻ്റെ മക്കൾ കാണിക്കാൻ തുടങ്ങി. ഇതുപോലെ സ്വർഗത്തിൻ്റെ അപ്പം ചില ഇൻഡിഫറൻസ് കണ്ടപ്പോൾ പത്രോസിനോട് ചോദിച്ചില്ലേ, പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇൻഡിഫറൻസ് പിന്നെയും ഫീൽ ചെയ്തു. പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഈശോയ്ക്ക് അറിഞ്ഞൂടെ? മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട്, പത്രോസേ നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? ഈശോ ചിരിച്ചുകൊണ്ട് തന്നെ ചോദിച്ചേ. പത്രോസ് പറഞ്ഞു, നിനക്കെല്ലാം അറിയാലോ, എൻ്റെ ഇൻഡിഫറൻസ് നിനക്കറിയാലോ. ഇന്നൊരു സ്വഭാവം, നാളെ വേറെ സ്വഭാവം. ഇന്ന് ഞാൻ നല്ല പ്രാർത്ഥന, നാളെ ദൈവത്തെ രണ്ടുപേരുടെ മുന്നിൽ കുറ്റം പറയും. ഇൻഡിഫറൻസ്. അതാണ് ഈശോ പത്രോസിന്റെ ഇൻഡിഫറൻസിനെ കാണിച്ചു കൊടുത്തു. കാരണം ഹിസ് എ പോപ്പ്, ഒരു മാർപ്പാപ്പയാ, സഭയുടെ വലിയ അധികാരിയിൽ ഇൻഡിഫറൻസ് ഉണ്ടാകരുത്. ഞാനും നിങ്ങളും ഇൻഡിഫറൻസ് ആണ്. സഹോദരരെ, പലപ്പോഴും പറയുന്ന വാക്കുകളെ ഒത്തിരി ചിന്തിക്കുമ്പോഴാണ് ദൈവമേ പറഞ്ഞത് ജീവിച്ചോ എന്നൊരു ചോദ്യം പലപ്പോഴും മുന്നിൽ വരാറുണ്ട്. നീ അറിഞ്ഞ വിശ്വാസത്തെ നീ ജീവിച്ചോ എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈശോയിൽ വിശ്വാസം എന്നാൽ ഈശോയുടെ ചിന്താശൈലിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഈശോയോടുള്ള വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തോടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ചിന്താശൈലിയിലേക്ക് നീ മാറാം. ഒരിക്കല് ഒരു ഷാലോം ടെലിവിഷൻ്റെ ടോക്കിൻ്റെ ഇടയിൽ എന്നെ പെട്ടെന്നൊരു വരി എന്നെ ക്ലിക്ക് ചെയ്തു. അതിങ്ങനെയാണ്: സ്നേഹിത നീ എന്തിനാണിന്നു വന്നത്, ഒറ്റുന്ന ചുംബനം നൽകുവാനോ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഇതിങ്ങനെ പെട്ടെന്ന് പാടിപ്പോയതാ. സ്നേഹിത നീ എന്തിനാ വന്നേ? നീ വിശ്വാസത്തോടെ എൻ്റെ അടുത്ത് വന്നു, നീ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വന്നു, നീ പരീക്ഷ ജയിക്കാൻ എൻ്റെ അടുത്ത് വന്നു, നിന്റെ ILTC പാസ്സാവാൻ നീ എൻ്റെ അടുത്ത് വന്നു.
അത് കിട്ടിക്കഴിഞ്ഞ് ചുംബിച്ച് കടന്നു പോകുന്നവനാണ് നീ. ഫെയ്ത്തിൽ എപ്പോഴും തോന്നുന്ന ഒരു ഇൻഡിഫറൻസ് അതാ. ആഗ്രഹിക്കുന്നല്ല നടണം. പലപ്പോഴും എന്നെ ചിന്തിക്കുന്ന രണ്ട് നമ്മുടെ ഇന്ത്യയുടെ കൈക്കൂട്ടിൻ്റെ പ്രത്യേകത വാരി ഇങ്ങോട്ടെടുക്കുക എന്നുള്ളതാണ്. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഷാവൽ എന്ന് പറയും, അത് അങ്ങോട്ട് എടുത്ത് കൊടുക്കലാണ്. പലപ്പോഴും യുവജനങ്ങളുടെയും അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ ഒരു റിട്രീറ്റ് സെൻ്ററുകൾ അല്ലെങ്കിൽ ഒരു പ്രയർ സെൻ്ററുകളുടെയൊക്കെ പ്രത്യേകത ദൈവജനം വരുന്ന മുഴുവൻ ഈ ഇന്ത്യൻ കൈക്കൂട്ടിനെ പോലെ വാരിയെടുക്കാനാണ്. വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്തെങ്കിലും കിട്ടുമോ. ഫെയ്ത്ത് ഒരിക്കലും കിട്ടാനുള്ളതല്ല, കൊടുക്കാനുള്ളതാണ്. എൻ്റെ ദൈവം തന്ന സ്നേഹത്തെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ്. അഗസ്തീനോസ് പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്: ആഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക, വിശ്വസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. രണ്ടും മറച്ചിട്ടിട്ടാണ് അഗസ്തീനോസ് പറയണത്. ഒന്നാമത്തെ ഇങ്ങനെയാണ്: ആഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക. എന്താണ് ആഗ്രഹിക്കേണ്ടത്? എന്തിനാ ദൈവമേ ഞാൻ ഈ ലോകത്ത് വന്നേ? എന്തിനാ എന്നെയും പറഞ്ഞയച്ചേ? വെറുതെ ഒന്നും നീ എന്നെ പറഞ്ഞയക്കില്ല. സ്വർഗത്തിലിരുന്ന ഒരു മാലാഖയായ എന്നെ ഈ ഭൂമിയിൽ വിട്ടു തന്നിന് ഇവിടെയും മാലാഖയാകാനല്ലേ? സ്വർഗത്തിലുള്ള ഈ മാലാഖയെ ഞാനും നിങ്ങളും മാലാഖമാരായിരുന്നു. യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയേ, അപ്പനും അമ്മയുടെ നിലവിളി, എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് നമ്മുടെ അപ്പനമ്മയും കരഞ്ഞപ്പോൾ സ്വർഗത്തിലെ മാലാഖയെ ദൈവം കയ്യിലെടുത്ത് അവർ കൊടുത്തു. യഥാർത്ഥത്തിൽ അഗസ്തീനോസ് പറയാ, ആഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക. എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അതറിയാൻ നീ ഒന്ന് വിശ്വസിച്ച്. രണ്ടാമത്തത്, നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം. ക്രിസ്തു ആകാൻ, ബി ക്രൈസ്റ്റ് ആവാൻ, ക്രിസ്തു ആകാൻ നീ ആഗ്രഹിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ശുശ്രൂഷകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. നാളെ നീ ഒരു ക്രിസ്തു ആകും. ഫ്രാൻസിസ് അസീസി ബി ക്രൈസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച എന്താണ്? അഗസ്തീനോസ് പറഞ്ഞ പോലെ ആഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിച്ചു, വിശ്വസിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൃപയായിട്ട് വരാം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2:8 വാക്യം: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം ഉണ്ടാക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഗ്രേസ്, കൃപ ലഭിക്കും. അപ്പോൾ നമ്മൾ ചെയ്യും, രക്ഷിക്കപ്പെടും. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വിശ്വാസം നമ്മൾ എങ്ങനെ പഠിച്ചാലോ അറിഞ്ഞാലോ ഒന്നുമില്ല, അത് ദൈവം തന്നെ തരണം, ദാനമായിട്ട് തരണം. അതിനുവേണ്ടി നമ്മൾ അതാണ് പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വൊക്കേഷനാണ്, ദൈവവിളിയാണ്. യഥാർത്ഥത്തിൽ വൈദികരാക, സന്യസ്തരാക, അല്ലെങ്കിൽ ആ വിവാഹ ജീവിതം, അത് മാത്രമല്ല ദൈവവിളി. ദ ഫെയ്ത്ത് ഈസ് എ വൊക്കേഷൻ, ദൈവവിളിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ദൈവവിളിയാണ് യഥാർത്ഥത്തിൽ എൻ്റെ വിശ്വാസം. ഞാൻ അറിഞ്ഞ ദൈവത്തെ ഈ ലോകത്ത് ജീവിക്കുന്നത് യേശുവാണെന്ന് ഏറ്റുപറയുന്ന ഒരു ദൈവവിളിയുടെ ശക്തിയാണ് യഥാർത്ഥത്തിൽ വിശ്വാസം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, യൗവനങ്ങളോട് ഇങ്ങനെ പറയാറുണ്ട്, യുവാക്കളുടെയും യുവതികളുടെയും ആത്മാവിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള സ്നേഹത്തിൻ്റെ സന്തോഷത്തിലേക്കുള്ള വിളിയാണ് വിശ്വാസം. ഒരു യുവാവിൻ്റെയും ഒരു യുവതിയുടെയും ആത്മാവിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള സ്നേഹത്തിൻ്റെ പേരാണ് വിശ്വാസം. മനോഹരമായൊരു പാട്ടില്ലേ, സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സകലമാണെന്നു ഞാൻ അറിയുന്നു, സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു, സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു, സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു, സ്നേഹം കുർബാനയായി മാറുന്നു. ഒരു 33 വയസ്സുകാരൻ യൗവനത്തിൻ്റെ നല്ല കാലഘട്ടങ്ങളിൽ കാൽവരി എന്ന കുരിശിൻ്റെ മുകളിൽ സ്നേഹമെന്നത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഒറ്റക്കണ്ണൻ പടയാളി അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോഴും അവൻ കൊടുത്തത് വെറുപ്പല്ല, സ്നേഹമാണ്. യൗവനങ്ങളെ, നിന്നെ കുത്തിമുറിവേൽപ്പിക്കുന്നത് നിൻ ക്രിസ്തുവിൽ മരിച്ചുവോ എന്നറിയാനാ. പൗലോസ്ലീഹ പറയുന്നില്ലേ, നമ്മൾ ക്രിസ്തുവിനെ പ്രതി മരിച്ചവരാ. അതൊരു വിശ്വാസ സത്യമാണ്, ഞാൻ ക്രിസ്തുവിനെ പ്രതി മരിച്ചവൻ. എന്നാൽ ചുറ്റുപാടുള്ളവർക്ക് അതറിയില്ല. അപ്പോൾ അവരെ അറിയാൻ പരിശ്രമിക്കും. നീ വിശ്വാസിയാണോ? യുവാവേ, യുവതി, കുഞ്ഞേ, അപ്പ, അമ്മേ, നീ വിശ്വാസിയാണോന്ന് അറിയാൻ ചിലപ്പോൾ കൂടപ്പിറപ്പുകളും ചെയ്യും. അവർ നാവ് കൊണ്ടൊന്ന് കുത്തി നോക്കും, ചിലപ്പോൾ നിന്നെ കളിയാക്കും. നീ എന്ത് ചെയ്യും?
ചാടി എഴുന്നേറ്റ് പറയും, ഞാൻ ഒന്നും മരിച്ചിട്ടില്ല, ഞാൻ മരിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അതാണ് ക്രിസ്തുവിനെ പ്രതി മരിച്ചവർ പലരും എഴുന്നേറ്റ് ജീവിതത്തിൽ നഷ്ടം വരുത്തുന്നത്. വിശ്വാസം എന്നത് ക്രിസ്തു സ്നേഹം കൊണ്ട് പൂർത്തീകരിച്ച ബലിയിൽ നീ മരിക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരും കുത്തി നോയിപ്പിക്കും, നീ വിശ്വാസിയാണോ, നീ വിശ്വാസം കൊണ്ട് ജീവിച്ചാ. ചിലപ്പോൾ നിന്റെ കൂട്ടുകാരെ പറയും, എന്ത് മണ്ടത്തരോടാ ചെയ്യണേ. അപ്പൊ നീ എന്ത് പറയും, ഞാനൊന്നും വിശ്വാസിയല്ല, ഞാൻ ഒന്നും ചെല്ലില്ല, ഞാൻ പ്രാർത്ഥിക്കില്ല. ഞങ്ങളുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പൗലോസ്ലീഹ പറഞ്ഞ ആ വിശ്വാസ സത്യം നഷ്ടപ്പെടുക. നീ ക്രിസ്തുവിനെ പ്രതി മരിച്ചവനാ. അതാണ് യഥാർത്ഥത്തിൽ കൃപ. സുഭാഷിതങ്ങളുടെ പുസ്തകം 29:25 പറയാ, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു കെണിയാണ്. കർത്താവിൽ വിശ്വസിക്കുന്നവൻ സുരക്ഷിതനത്രേ. മനുഷ്യരിൽ ഭയപ്പെടുന്ന ഒരു കെണിയാണ്, എന്നാൽ കർത്താവിൽ ആശ്രയം വിശ്വാസം കണ്ടെത്തുവൻ യഥാർത്ഥത്തിൽ ഒരു സുരക്ഷിതനാണ്. അതല്ലേ മക്കളെ നമുക്ക് വേണ്ടേ? അതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത്? അതുകൊണ്ട് ഫെയ്ത്ത് എന്ന ആ വാക്കിനെ ഒന്ന് അച്ഛൻ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുക. എഫ് എന്ന അക്ഷരത്തെ ആദ്യം നമുക്ക് ചിന്തിക്കാം. ദ ഫിയർ ഓഫ് ഗോഡ്, ദൈവത്തെ ഭയപ്പെടുക. ഫിയർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവ് തോട്ടാണ്. നമ്മൾ ചിന്തിക്കും ഫിയർ എന്ന് പറയരുത്, കാരണം എന്തിനു നമ്മൾ ഭയപ്പെടുന്നു. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് സ്നേഹം കൊണ്ടുള്ള ഒരു ദൈവത്തെ അറിയുകയാണ്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു അമ്മയുടെ മുന്നിലിരുന്ന് ഒരു പയ്യനും നെഗറ്റീവ് ഫിലിംസ് കാണില്ല. കാരണം എൻ്റെ അമ്മ അതറിയരുത്. ഞാൻ എവിടെയോ നെഗറ്റീവ് ആയിട്ടുണ്ട്, എന്നാൽ എൻ്റെ അമ്മ ഞാൻ നെഗറ്റീവ് ആണെന്ന് അറിയരുത്. അതുകൊണ്ട് അമ്മയിൽ നിന്ന് മാറിപ്പോയിരുന്ന് ഒരു നെഗറ്റീവ് ഫിലിം കാണും. എന്താ കാരണം? എൻ്റെ അമ്മ ഞാൻ ചെയ്യുന്ന തെറ്റ് അറിയരുതെന്ന് ഭയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ മക്കളെ, നിങ്ങളോട് ചോദിക്കുക, നിന്റെ ദൈവത്തെ ഒളിച്ചിരുന്ന് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ലോകത്തെ എന്ത് പാപം നീ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് മറഞ്ഞിരുന്ന് ചെയ്യാൻ പറ്റുമോ? ഒന്നാമത്തത് എഫ് എന്ന അക്ഷരം, ഫിയർ ഓഫ് ഗോഡ്. സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഫിയർ. നന്മയായിട്ടുള്ള ഒരു ഭയം, അത് ദൈവത്തോട് വേണം. എൻ്റെ ദൈവം സർവ്വവ്യാപിയാണ്. രണ്ടാമത്തത് എ എന്ന അക്ഷരം, അറ്റൻഷൻ. ദൈവത്തെ ഒരു അറ്റൻഷൻ വേണം. നിനക്കൊരു ഏകാഗ്രത, ദൈവത്തോട് നോക്കണം. ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതറിയണമെങ്കിൽ നീ ദൈവത്തെ കണ്ണു നട്ടിയിരിക്കണം. നിന്റെ പ്രിയപ്പെട്ടവരിൽ ദൈവ സാന്നിധ്യമുണ്ട്, അത് കാണാൻ നീ പരിശ്രമിക്കണം. മൂന്നാമത്തത് ഇന്നസെൻസ്. വിശ്വാസി എന്നത് ഒരു ഇന്നസെൻസ് ഉള്ള വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞേ, കുഞ്ഞുങ്ങളെ പോലെയുള്ളവരെ ആരും തടയരുത്, അവരെൻ്റെ അടുക്കൽ വരണം. കാരണം അവരുടെ ഇന്നസെൻസ്, അവരുടെ ജീവിതത്തിൽ ദൈവം വലിയ കൃപ കൊടുക്കും. സ്നേഹമുള്ളവരെ, നാലാമത്തെ അക്ഷരം ടി എന്ന അക്ഷരമാണ്, താങ്ക്സ്. നന്ദി പറയുന്നവരാകണം. വിശ്വാസം എന്നത് നന്ദി പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളർത്തപ്പെടുന്ന ഒരു ആത്മീയ അഭിഷേകമാണ്. നന്ദി പറയാറുണ്ടോ? ഞാൻ മനുഷ്യരോട് ചോദിക്കാറുണ്ട്, നന്ദി പറയണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ നന്ദി പറയാറുണ്ട്. രാവിലെ നമ്മളിന്ന് പ്രഭാതത്തിലേറ്റു, പൈപ്പ് തുറന്നു, വെള്ളം വന്നു, നന്ദി പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി വെള്ളം വന്നില്ലെങ്കിൽ നമ്മൾ പലതും പറയും. മോട്ടർ അടിക്കാത്തവനെ ചീത്ത വിളിക്കും, എല്ലാം ചെയ്യും. നന്ദി പറയുകയാണെങ്കിൽ ഈ പ്രഭാതം മാത്രം നിങ്ങൾ എടുത്താൽ ഒരു ദിവസം തികയില്ല നന്ദി പറയാൻ. കഴിച്ച ഭക്ഷണത്തിന് നന്ദി പറയുകയാണെങ്കിൽ, അരി ഭക്ഷണമാണ് കഴിച്ചെങ്കിൽ അത് നട്ട കർഷകൻ, അത് കൊയ്തെടുത്ത കർഷകൻ, അത് ഒരു ചാക്കിലാക്കി ഒരു യൂണിയൻകാരൻ ചുമന്നു കൊണ്ടുവന്നവന് നന്ദി പറയണ്ടേ? ആ ചാക്ക് നെയ്തെടുത്ത ആ വ്യക്തിക്ക് നന്ദി പറയണ്ടേ? അത് തൂക്കം നോക്കി ഒരു കടയിലേക്ക് കൊണ്ടുവന്ന ആ വാഹനക്കാരന് നന്ദി പറയണ്ടേ? അതെടുത്ത് ഒരു കവറിലിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന ഒരു സാധാരണക്കാര ജോലിക്കാരന് നന്ദി പറയണ്ടേ? നന്ദി പറയുകയാണെങ്കിൽ ജീവിതത്തിൽ കുറ്റമെന്ന വിധി എന്ന വാക്കിന് അർത്ഥമുണ്ടാകില്ല. അവസാനത്തത് എച്ച് എന്ന അക്ഷരമാണ്, ഹെവൻ. സ്വർഗമാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ ഭൂമിയിൽ ഒന്നും ഇത് കാണാൻ പറ്റില്ല. ഒരു ഇറ്റേണൽ ലൈഫ്, അതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവഭയത്തിലൂടെ ദൈവത്തെ ശ്രദ്ധിക്കാൻ, അങ്ങനെ നിഷ്കളങ്കമായ ഹൃദയത്തിലൂടെ നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോവുക, അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം. ദൈവഭയത്തിലൂടെ ദൈവത്തെ ശ്രദ്ധിച്ച് നിഷ്കളങ്കമായ ഒരു മനോഭാവത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്വർഗത്തിൽ പോകുന്നതാണ് വിശ്വാസം. ഇതിലെല്ലാം ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ കൃപ കിട്ടുന്നത്. ഹെബ്രായ 11:6-8 വചനം, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിൽ ശരണം പ്രാപിച്ചവർ അവർ ദൈവം ഉണ്ടെന്നും
തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും അവർ വിശ്വസിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാണ്. ഈശോ നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഒരുങ്ങിയാണ്. ഈ ആരാധന നിമിഷത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രമല്ല, എനിക്ക് സ്വർഗത്തിൽ പോകണം. ഐ വാണ്ട് ദ ഇറ്റേണൽ ലൈഫ്. സ്വർഗത്തെ സ്വന്തമാക്കാൻ, സ്വർഗത്തിൻ്റെ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ പതിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 1 തിമോത്തി 6:12 വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണ് നീ വിളിക്കപ്പെട്ടത്. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ രോഗങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ ജോലി സാധ്യതകൾ, അതിൻ്റെ തടസ്സങ്ങൾ, പഠനങ്ങൾ, പരീക്ഷകൾ, കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ എല്ലാം നമുക്ക് കൊടുക്കാം. ദൈവം ഇന്നും ജീവിക്കുന്നു. ഗോഡ് ഈസ് എക്സിസ്റ്റിംഗ്. പരിശുദ്ധ കുർബാനയിൽ ഇന്നലകളിലും ഇന്നും ഉള്ളതല്ല, ഇന്നും ജീവിക്കുന്നൊരു ദൈവം. വെളിപാട് 4:8 പറയുന്നില്ലേ, ആയിരിക്കുന്നവൻ, ആയിരുന്നവൻ, വരാനിരിക്കുന്നവൻ, സർവശക്തന ദൈവം, അവൻ്റെ നാമമാണ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി നിൽക്കുക. ഇതാ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. നീ വിട്ടുകൊടുക്കണം. ഇത് ഉച്ചവെയിലിൻ്റെ നെറുകയുടെ സമയം. കാൽവരിയിൽ ഉയർത്തപ്പെട്ട അതേ യേശു ഇന്ന് നിന്റെ അരികിലേക്ക് വരുന്നു. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടയ്ക്കാം. ഈശോയെ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ഏറ്റുപറയുന്നു, ഞാൻ അങ്ങയെ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇതാ ജീവിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ശുഭോരിയല മരിയല ജീസസ്, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുകൊടുക്കുക. ഇത് ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന സമയം. ആവതില്ല ആർക്കുമേ അങ്ങേ പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. എല്ലാവരും ചേർന്ന് പാടി ആരാധന 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 ഇതാ സ്വർഗത്തിന്റെ ദൈവം ഭൂമിയിൽ നിന്നോട് കൂടെ വസിക്കാൻ കടന്നു വരുന്ന സമയം. എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമയം എല്ലാ ദൈവജനത്തെ അങ്ങ് സ്പർശിക്കാനായി ഞങ്ങൾ അങ്ങ് ആയിരിക്കുന്ന സ്പേസ് ടൈമിലേക്ക് അങ്ങ് കൊണ്ടുപോകണമേ. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം മക്കളെ ഒന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ.
ഇതാ സ്വർഗത്തിന്റെ ദൈവം ആ നക്ഷത്രങ്ങൾ തേടി വന്ന ജ്ഞാനികളെ പോലെ നിന്റെ അറിവിന്റെ എല്ലാം അതിലംഘിക്കുന്ന ജ്ഞാനമാണ് നിന്റെ മുന്നിലിരിക്കുന്നത്. യേശുവേ ഹല്ലേലൂയ 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 വിട്ടുകൊടുത്തൊന്ന് പാടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങേക്ക് തുല്യം ചൊല്ലാൻ ഞങ്ങൾ ആരുമല്ല. ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമാണ് അങ്ങയുടെ സ്നേഹം. മക്കളെ, പരിശുദ്ധ കുർബാനയിലേക്ക് ഒന്ന് നോക്കിയേ. അലിയാൻ മാത്രം ചെറുതായവൻ, സ്നേഹിക്കാൻ മാത്രം കഴിവുള്ളവൻ, ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല, എല്ലാം തരാമെന്ന് മാത്രം പറഞ്ഞൊരു ദൈവം. നിനക്കെല്ലാം കൊടുക്കാം, എല്ലാത്തിനൊരു ഉത്തരമുണ്ട് ദൈവസന്നിധിയിൽ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുന്നുള്ള ഉറപ്പാണ്. ചിലപ്പോൾ നിനക്ക് ദൃശ്യമല്ലായിരിക്കും ദൈവ സാന്നിധ്യത്തിൽ, എന്നാൽ ഈ മാധ്യമത്തിന്റെ മുന്നിലിരിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് നിന്റെ അരികിലുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞോ? നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പി ശേഖരിച്ച് നിന്റെ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള അലച്ചിലുകളെ ഹൃദയത്തിൽ ഒതുക്കി നിനക്ക് വേണ്ടി വേദനിച്ചു നിൽക്കുന്ന നിന്റെ സ്നേഹിക്കുന്ന ദൈവം ഇത് അരികിലേക്ക് വരുന്ന സമയം. കർത്താവേ, ഞങ്ങൾ ഏറ്റെടുക്കണം. ഈ സമയം ശുശ്രൂഷ പങ്കെടുക്കുന്ന രോഗികളായ മക്കളുടെ മേലെ ജീവിക്കുന്ന ദൈവത്തിന്റെ കരം നീട്ടപ്പെടട്ടെ. നിങ്ങൾ ഏറ്റവും അടുത്ത് നിൽക്കുക. നിങ്ങൾ ഏത് ആക്സസിന്റെ മുന്നിലാണെങ്കിലും അടുത്ത് നിൽക്കുക. ദൈവമുണ്ട്, വിശ്വസിക്കുക. വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളം ഉണ്ടാകും. ഇത് സ്വർഗമാണ് നിന്റെ മുന്നിലിരിക്കുന്നത്. നീ ഈശോയിലേക്കൊന്ന് നോക്കിയേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ഒന്ന് കണ്ണീരോടെ പറഞ്ഞു ഈശോയോട്, തുല്യം ആരുമില്ല ഈശോയെ, ഞാൻ ഒറ്റയ്ക്കാ. എന്റെ പ്രതീക്ഷകൾക്കൊത്തുമല്ല എന്റെ ജീവിതം പോണം. അങ്ങേ പോലെ യേശുവേ. ജീവനല്ല അങ്ങ്, ജീവനേ സ്വന്തമേ, ജീവന്റെ ജീവനാണ് ഈശോയെ. അങ്ങേ മാർവിൽ ചായുന്നു യോഹന്നാനെ പോലെ അങ്ങയുടെ ജീവനോട് ചേർന്ന് ജീവനേ വലിയൊരു അഭിഷേകം ഒഴുകുന്നു മക്കളെ. സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ഒന്ന് കരങ്ങളൊന്ന് വീശിപ്പാടി. ഹല്ലേലൂയ. എല്ലാവരും മാലാഖമാരെ പോലെ നീ സ്വർഗത്തിന്റെ കുഞ്ഞ. ദൈവം നിന്നെ കൈവിടില്ല. ഹല്ലേലൂയ. ദാ വലിയൊരു അഭിഷേകം നിന്നെ ഒഴുകും. ദാ സ്വർഗവാസികളോട് ചേർന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. Glory, power. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങളെടുത്ത് ഈശോയെ വിളിച്ച്. The name of Jesus, the glorious power. യേശുവിന്റെ നാമത്തിൽ ഇവരെ വിശ്വാസം തകർക്കുന്ന തിന്മയുടെ അരൂപികളെ, in the authority of the priesthood, I will command all the demonic spirit. വിളിച്ചു മക്കളെ, യേശുവേ എന്ന് വിളിച്ച്. ബർത്തിമേയുസിനെ പോലെ നീ വിളിക്കുമ്പോൾ ദൈവം നിന്റെ അരികിലേക്ക് വരും, നിന്റെ ജീവിതത്തിൽ തൊടും. നിന്റെ ഹൃദയ മിടിപ്പുകൾ അറിയുന്ന ഒരു ദൈവം ഉണ്ട് ഇവിടെ. യേശുവേ, ഈശോ വലിയ സാന്നിധ്യമായിട്ട് കടന്നു. ആൻസി എന്നൊരു മകള്, കരയുന്നൊരു മകളെ കർത്താവ് ഈ സമയം തൊടുന്നുണ്ട്. മക്കളെ, ഒത്തിരി പേരുടെ വേദനകളാ ഈശോ യഥാർത്ഥത്തിൽ വഹിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെ ഭാരമാ യഥാർത്ഥത്തിൽ ഈശോ ചുമന്നത്. നീ കൊടുത്തോ? ഇനി മുന്നോട്ട് എന്താണെന്ന് അറിയാത്ത ഒത്തിരി മക്കളുണ്ട്. ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദമ്പതിമാരെ കർത്താവ് ഈ സമയം സ്പർശിക്കുന്നുണ്ട്. കുറേ നാളത്തെ അവരുടെ കണ്ണീരാ ദൈവം അവർക്ക് കൃപയായി കൊടുക്കാൻ പോണം. ഒന്ന് വിട്ടുകൊടുത്ത് ദൈവത്തിന്. നീ ആശുപത്രിയിലാണോ?
നീ വിട്ടുകൊടുക്ക്. ആ രക്തസ്രാവക്കാരിയെ പോലെ നീ വസ്ത്രത്തിന്റെ മുന്നിലല്ല ഇരിക്കുന്നത്, ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ ശരീരത്തിന് മുന്നിൽ നിന്നെ തൊടും. ജോവറാസിന്റെ അപ്പനുണ്ടായിരുന്നു വിശ്വാസം, നിന്റെ മക്കൾക്ക് വേണ്ടി നീ കൊടുത്ത് ദൈവം ഇടപെടും. ഈശോയെ, ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ യുവതലമുറകൾ ആഴത്തിൽ വലയെറിയാനുള്ള കൃപ അവർക്ക് കൊടുക്കണം. ലോകത്തിലെല്ലാവരുടെ ജീവിതത്തിൽ ആഴത്തിൽ ഇടപെടണം ഈശോയെ. ദൈവം ആഴത്തിൽ ഇടപെടാൻ ഒരുക്കുന്ന സമയമാണ്. കരങ്ങള് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ആഴത്തിൽ ഇടപെടണം ഈശോയെ. നിന്റെ ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളിലും നിന്ന് വിട്ടുകൊടുക്കുക. ആഴത്തിൽ ഈ സമയം ദൈവം ഇടപെടും. ആ രക്തസ്രാവക്കാരിയുടെ ജീവിതത്തിൽ ആഴത്തിൽ ഇടപെട്ടവൻ, സക്കേവൂസിന്റെ ജീവിതത്തിൽ ആഴത്തിൽ ഇടപെട്ടവൻ, ഇതാ ഒറ്റക്കണ്ണൻ പടയാളിയുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇടപെട്ടൊരു ദൈവം, ഇത് ജീവിക്കുന്ന ദൈവം. ഈശോയെ, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ. എന്റെ വേദനകളിൽ, എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ആഴത്തിലൊന്ന് ഇടപെടണമേ എന്ന് ആഗ്രഹിച്ച് ചങ്കില് ചേർത്ത് വെച്ച് അവൻ നിനക്ക് തന്ന സ്നേഹം ഒന്ന് അനുഭവിച്ച് ഈശോയെ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആഗ്രഹിച്ചു പാടി ആഴത്തിൽ ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. എല്ലാവർക്കും ശ്രേഷ്ഠനായവനെ, ആരിലും ശ്രേഷ്ഠമാ, എല്ലാത്തിനും ശക്തനായവനെ, ആരിലും ശക്തമാ, ഈശോയെ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ. പാടി മക്കളെ, ആത്മാവിലെന്നോടും ഇടപെടണേ. നിന്റെ കുടുംബത്തെ ഒന്ന് സമർപ്പിച്ച് പാടി. ഒത്തിരി വേദനയുണ്ട് നിന്റെ ജീവിതത്തിൽ, ദൈവം ഇടപെടും. ആത്മാവിലെന്നോടും ഇടപെടണേ. നിന്റെ മക്കളുടെ ജീവിതം ഒന്ന് വിട്ടുകൊടുത്ത് പാടി. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ഓ ദൈവമേ, നീ ആഴത്തിൽ ഇടപെട്ടവരെല്ലാം നിന്റെ കൂടെ നടന്നവരാ. കർത്താവേ, ഒത്തിരി ആഴത്തിൽ നീ ഇടപെട്ട ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി കിട്ടിയിട്ടുണ്ട്. ചില രോഗങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ സൗഖ്യം, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തകർന്നുവെന്ന് ചിന്തിച്ച സമയത്ത് നീ ഞങ്ങളെ കൈപിടിച്ചുയർത്തിയത്, ഈശോയെ, പലപ്പോഴും ഞങ്ങളത് മറന്നുപോവുകയാണ്. പലപ്പോഴും ഞങ്ങളുടെ ജീവിത വ്യഗ്രത, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴത്തെ വ്യതിചലിപ്പിക്കുന്ന ചില അവസ്ഥകൾ കടന്നുപോകും. ഈശോയെ, നിലനിൽക്കുന്ന ഒരു ആഴത്തിലുള്ള ഒരു ഇടപെടല്. ഇമ്മാവുസിലേക്ക് പോയ ശിഷ്യര് ഈ അപ്പത്തിന്റെ മുന്നിൽ അവരുടെ കണ്ണു തുറക്കപ്പെട്ടതുപോലെ സഭയിലുള്ള യുവജനങ്ങളുടെ കണ്ണു തുറക്കാൻ, കുഞ്ഞുങ്ങളുടെ കണ്ണു തുറക്കാൻ, കുടുംബങ്ങളുടെ കണ്ണു തുറക്കാൻ, പൗരോഹിത്യ സന്യാസങ്ങളുടെ കണ്ണു തുറക്കാൻ ജീവിക്കുന്ന ദൈവമേ, അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ സമയം ജീവിക്കുന്ന ദൈവം ഞങ്ങളായിരിക്കുന്ന സമയങ്ങളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന കാലഘട്ടങ്ങളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന പുൽക്കൂടുകളിലേക്ക് ഇറങ്ങി വരണമേ. Glory, power. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. റിയ എന്നൊരു മകളെ ഈശോ പേര് എഴുതി കാണിക്കുന്നുണ്ട്. മോളെ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു.
ഈ ശുശ്രൂഷ പങ്കെടുത്ത് ഈ സമയം കരഞ്ഞുകൊണ്ടിരിക്കുന്ന 6 കുടുംബങ്ങളെ ദൈവം കാണിച്ചു തരും. ആ കുടുംബങ്ങളിലേക്ക് ദൈവം സക്കീവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു നിന്നതുപോലെ കടന്നു. സമയം വലിയൊരു അനുഗ്രഹത്തിന്റെ സമയം. സ്വർഗം ഇറങ്ങി വന്ന് നിന്റെ കുടുംബത്തെ ഏറ്റെടുക്കുന്ന സമയം. സ്വർഗത്തിന്റെ സമയത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയം. നീ വിട്ടുകൊടുത്തു. മക്കളെ, നമുക്കൊന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഇതൊരു പുൽക്കൂടാണ്. ഈ 1-ാം തീയതി ഡിസംബർ 1, ഈ മനോഹരമായ ദിനം നീ ഒന്ന് ഈശോയെ കണ്ടേ. നീ തേടി വന്നതല്ലേ ഈ മാധ്യമത്തിന് മുന്നിൽ എൻ്റെ ഈശോയെ കാണാൻ? ഒരു ജ്ഞാനിയെപ്പോലെ നിന്റെ അറിവുകളെല്ലാം മാറ്റിവെച്ച്, നിന്റെ സമയത്തിൻ്റെ തിരക്കുകളെ മാറ്റിവെച്ച് ക്രിസ്തു ജനിച്ചു കിടക്കുന്ന ഈ കാലത്തൊഴുത്തിൽ നീ ഈശോയെ കാണാൻ വന്നതല്ലേ? ഈശോയ്ക്കൊന്ന് മാത്രം നോക്കുക. ഈശോയെ തേടി വന്ന സാധാരണക്കാരായ ആട്ടിടയന്മാർ ഒന്നും ഉണ്ടാകില്ല, എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ കാലിത്തൊഴുത്തിൽ നിന്റെ ഇടയൻ നിന്നെ കാത്തിരിക്കുന്നു. സങ്കീർത്തനം 23, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് നിനക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. ഒരു പച്ചയായ പുൽത്തകിടുകൾ നനച്ചൊരുക്കി വെച്ചൊരു ദൈവത്തിൻ്റെ മുന്നിലാണ് നീ ഇരിക്കുന്നത്. നിന്റെ കണ്ണുനീര് ചിലപ്പോൾ അത് ആ പുൽമേടിനെ നനപ്പിക്കുന്നുണ്ടാകാം. ആ പുൽമേട്ടിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ഇടയനുണ്ട്. കർത്താവേ, പരിശുദ്ധ അമ്മയെപ്പോലെ, ഔസേപ്പിതാവിനെ പോലെ ഞങ്ങൾ വലിയ വിശ്വാസത്തോടെ ഈശോയെ കാണാൻ വരുന്ന, ഈശോയെ അറിയാത്തവരെ കാണിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. മക്കളെ, വലതുകരം ഒന്ന് ഈശോയുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച് നമ്മളൊന്ന് പ്രഖ്യാപിക്കുകയാണ്, ഇത് ജീവിക്കുന്ന ദൈവമാണ്. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ കൈയെടുത്തോ. യോഹന്നാൻ 1:1, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എൻ്റെ കയ്യിൽ പിറന്നു വീണിരിക്കുന്ന ഉണ്ണിയേശുവാണ് ദൈവവചനം. ഇറ്റ്സ് എ ലവ് ലെറ്റർ ഫോർ മൈ ഗോഡ്. ഒന്ന് കരങ്ങളെടുത്തേ, ഒന്ന് നമ്മൾ ഏറ്റു പറയാൻ പോവാണ്. യേശുവാണ് എൻ്റെ ഏക ദൈവമെന്ന് ഞാൻ ഏറ്റു പറയുന്നു. യേശുവല്ലാതെ മറ്റൊരു ദൈവം ഇനിമേൽ എന്റെ ജീവിതത്തിലോ എന്റെ കുടുംബത്തിലോ ഉണ്ടാവുകയില്ലെന്ന് ഞാൻ ഏറ്റു പറയുന്നു. യേശുവാണ് എന്റെ സ്നേഹമെന്നും യേശുവാണ് എന്റെ പ്രത്യാശയെന്ന് ഞാൻ ഏറ്റു പറയുന്നു. യേശുവിന് വേണ്ടി ജീവിക്കുവാനും യേശുവിന് വേണ്ടി എന്റെ ജീവിതത്തെ മാറ്റിവെക്കുവാനും എനിക്ക് അവിടുന്ന് നൽകിയ വിശ്വാസത്തിന്റെ കൃപയാൽ ഞാൻ ഏറ്റുപറയുന്നു, പ്രഖ്യാപിക്കുന്നു. യേശുവേ, അങ്ങാണ് ഈ ലോകത്തിന്റെ ഏക രക്ഷകനെന്ന് ഞാൻ ഏറ്റുപറയുന്നു, പ്രഖ്യാപിക്കുന്നു. എന്റെ കൂടപ്പിറപ്പുകളിൽ എന്റെ കൂടെ ജീവിക്കുന്നവരിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുക. ഞാൻ മറ്റൊരു ക്രിസ്തുവാകുവാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ, 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 ആമേൻ. കരങ്ങൾ യാചനപൂർവ്വം ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ചൊന്ന് പാടി. കർത്താവേ, നാഥനേ, എല്ലാവരും ചേർന്ന് പാടി. യേശുവേ, രക്ഷക, കർത്താവേ, നാഥനേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ, ആകയാൽ യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശുവേ, രക്ഷക, കർത്താവേ,
യേശുവേ യേശുവേ രക്ഷകാ കർത്താവേ, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. തകർന്നിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഒന്ന് ചേർന്ന് പാടി. യേശുവേ തളർന്ന ജീവിതങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, വിശ്വാസം ക്ഷയിച്ച ജീവിതങ്ങളിലേക്ക് തീയായി ഇറങ്ങി വരണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയിലേക്ക് നോക്കി നിന്നുകൊണ്ട് ദൈവം തന്ന ഈ അവസരങ്ങളെ ഓർത്ത് നന്ദി പറയാം. കർത്താവേ, നന്ദിയുള്ളവരായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഈശോയിലേക്ക് നമ്മൾ നോക്കിയേ. എല്ലാം എനിക്ക് യേശുവാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. എല്ലാം എനിക്ക് യേശുവാണ്. യേശു അല്ലാതെ മറ്റൊന്നും എനിക്കില്ല. ഇത് നീ പറഞ്ഞാൽ മതി. അതാണ് നിന്റെ സ്പേസ് ആൻഡ് ടൈം. എല്ലാം എനിക്ക് യേശുവാണ്. ഞാൻ ശ്വസിക്കുന്നത്, ഞാൻ നടക്കുന്നത്. ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഇനി ഈശോയ്ക്ക് സംസാരിക്കാൻ എൻ്റെ അധരങ്ങളേ ഉള്ളൂ. ഈശോയ്ക്ക് അനേകരെ നോക്കുവാൻ എൻ്റെ കൊച്ചു കണ്ണുകളേ ഉള്ളൂ. ഈശോയ്ക്ക് അനേകരെ കേൾക്കാൻ എൻ്റെ കാതുകളുള്ളൂ. ഈശോയ്ക്ക് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കാൻ എൻ്റെ കാലുകളേ ഉള്ളൂ. ഈശോയ്ക്ക് ഒരുവനെ ഒന്ന് സഹായിക്കാൻ എൻ്റെ കൈകളേ ഉള്ളൂ. രണ്ട് കരങ്ങളും യാചനാപുറം പിടിക്കുക. എല്ലാം എൻ്റെ ഈശോയാ. ബി ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവാണ്, വേറെ ആരുമല്ല. ഞാൻ വേറെ ആരും ആവാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല. എനിക്ക് എൻ്റെ യേശു ആകണം. ഒന്ന് കണ്ണടച്ച് കണ്ടേ. ഞാൻ ഈശോയെ ഒന്നായിട്ട് തീരുന്നൊരു സമയം. ആ സ്പേസും ടൈമിലേക്കൊന്ന് പോയേ. ഞാൻ ഈശോയെ ഒന്നാ. എന്നെ പറിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ ഒട്ടിയിരിക്കുന്ന ഒരു വൃക്ഷത്തോട് ഒട്ടിയിരിക്കുന്നത് പോലെ, ചില്ലകൾ ഒട്ടിയിരിക്കുന്നത് പോലെ നീ ഒട്ടിയിരുന്നേ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. ഒന്ന് പാടി. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല. എന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും വിട്ടുകൊടുത്ത് പാടി. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. എന്റെ എല്ലാ സങ്കടങ്ങളും ഈശോയെ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല. എന്റെ വികാരങ്ങൾ, വിചാരങ്ങൾ എല്ലാം ഈശോ തന്നതാണ്. ഈശോയുടെ സാന്നിധ്യം എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. എന്റെ സമ്പത്ത്, സുഖ സൗകര്യങ്ങൾ, എനിക്ക് കിട്ടിയ ദാനം, കഴിവ്, ബുദ്ധി, അതിലെല്ലാം ദൈവമുണ്ട് മക്കളെ. ഒന്നിലും ദൈവം ഇല്ലാത്തതില്ല. എല്ലാം ദൈവത്തിൻ്റെതാണ്. നീ നിന്നെ തന്നെ സമർപ്പിക്കേ. ഒന്ന് മുട്ടുകുത്തി നിന്ന ഈശോയുടെ മുന്നിൽ ഈശോയിലേക്ക് നീ നോക്കണം. ഈശോ പത്രോസിനോട് ചോദിച്ചില്ലേ, നീ എന്നെ സ്നേഹിക്കുന്നു? എല്ലാത്തിനേക്കാൾ അധികമായിട്ട്. അതാണ് ഫെയ്ത്ത്. ആരും നിന്നെ നിർബന്ധിക്കുന്നില്ല. ഈശോ ചോദിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നീ എന്നെ സ്നേഹിക്കുന്നു? ആദ്യ മാതാപിതാക്കളോടും ദൈവം ഇത് തന്നെ ചോദിച്ച്, നീ നഗ്നനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നീ ഇത്ര വലിയ പാപിയാണെന്ന് ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അവരെ പറയാതെ പറയുന്നു, ഞങ്ങൾ തിന്മയെ അനുസരിച്ചു, ഞങ്ങൾ വിശ്വാസത്തെ വ്യതിചലിച്ചു. മക്കളെ, ഒട്ടുകുത്തി
ഈ ആശീർവാദ സമയത്ത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണേ, എല്ലാം എനിക്ക് യേശുവാ. ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്കെല്ലാം അറിയാലോ, എല്ലാം അറിയാം. എൻ്റെ ബലഹീനത, എൻ്റെ കുറവ്, എൻ്റെ വേദന, എൻ്റെ തകർച്ച, എൻ്റെ ഒറ്റപ്പെടല് എല്ലാം നിനക്കറിയാം. ഈശോയെ, എല്ലാം അറിയുന്നവനാണ് അങ്ങ്. എല്ലാം അറിഞ്ഞ് സ്നേഹിക്കുന്ന ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ളത് 25 ദിവസത്തെ തീരുമാനങ്ങളാണ്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നൊരു തീരുമാനങ്ങൾ ഈശോയ്ക്ക് കൊടുക്കണം. ഒന്നാമത്തത് സൈബർ ഫാസ്റ്റിംഗ്. ഒരു 2 മണിക്കൂർ ഒന്ന് ഫേസ്ബുക്ക് വേണ്ടെന്ന് വെച്ച് നോക്കിയാൽ അതൊരു വലിയ ഫാസ്റ്റിംഗാണ്. ഇറച്ചി മീനൊന്നുമല്ല, സൈബർ ഫാസ്റ്റിംഗ്. ഒരു ദിവസം ഞാൻ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ ഈ ക്രിസ്മസിന് ബി ക്രൈസ്റ്റ് ആവാൻ, ക്രിസ്തുവാകാൻ ഞാനാ ഇന്ന് ഈ 2021 പുൽക്കൂട്ടി ജനിക്കേണ്ടത്. എൻ്റെ യേശുവിന്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ കോളേജിൽ, എൻ്റെ ക്യാമ്പസുകളിൽ, എൻ്റെ വിദ്യാലയങ്ങളിൽ ക്രിസ്തുവാൻ ജനിക്കാൻ 2 കരങ്ങൾ യാചനാപുറം പിടിച്ച് നമ്മൾ ചേർന്ന് പാടുക. ഈ ആശീർവാദത്തിനൊരുങ്ങുമ്പോൾ എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, യേശുവാകണം, എനിക്ക് കൃപയാകണം, എനിക്ക് അഭിഷേകമാകണം, അപ്പനെ പോലെ ആഗ്രഹിച്ചൊന്ന് പാടിയേ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. ഒരു നിമിഷം നന്ദി പറയാം നമുക്ക് ദൈവത്തോട്. കർത്താവേ, അടുത്ത മാസത്തിലെ ആദ്യ ബുധനാഴ്ച ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഷെക്കീന ടെലിവിഷനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ക്രൈസ്റ്റ് കൾച്ചർ ടീം എല്ലാം സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് തന്ന ഈ വലിയ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് ഇന്ന് മഹത്വം ഉണ്ടാകട്ടെ. ഷെക്കീന ടെലിവിഷൻ്റെ എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കയ്യൊപ്പും കൃപയും അനുഗ്രഹവും കാലഘട്ടത്തിൻ്റെ മാധ്യമ ലോകത്തിൽ അടയാളമുദ്ര വയ്ക്കാൻ അനുഗ്രഹിക്കട്ടെ. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ അനുഗ്രഹം അടുത്ത മാസത്തിൻ്റെ ആദ്യ ബുധനാഴ്ച ഒരുമിച്ച് ഈശോ ആകുന്ന ബി ക്രൈസ്റ്റ് ആകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.